കാര്യങ്ങൾ പാസ്റ്റർ കൈകാര്യം. ലാൻഡ് തിയോളജിക്കൽ സെമിനാരിയിലെ കർത്താവിന്റെ ദാസനെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. നല്ല ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ പൊന്നുകരങ്ങൾക്കായി നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിവിധമാകുന്ന പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും ഇരുന്നു കൊണ്ട് കർത്താവെ ഫോർ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ഈ ധന്യമായ നിമിഷത്തിന് നന്ദിയോട് സ്തോത്രം. പിതാവെ, പലവിധമാകുന്ന ഭവനങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തെ ഒരുമിച്ച് ഇന്ന് കർത്താവെ ഈ വൈകിയ സമയത്ത് ദൈവത്തിന്റെ പാദത്തങ്ങൾ അണഞ്ഞു വരുവാൻ, അടുത്തു വരുവാൻ, സ്നേഹത്തോടെ അങ്ങയുടെ കർത്താവ് വചനം കേൾക്കുവാൻ, അങ്ങയുടെ നടത്തിയ വിധങ്ങളെ കുറിച്ച് ഞങ്ങൾ കർത്താവ് ശ്രവിക്കുവാനൊക്കെ ദൈവം ഒരുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ഈ യോഗത്തെ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, സകലവിധ മഹത്വവും അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഞങ്ങൾ കൂടെ സഹായിക്കണമേ. പാസ്റ്റർ രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കരം കൂടെ ഇരിക്കണം. ടീച്ചുകളെ കൂടെ കടന്നു പോയപ്പോഴും ദൈവത്തിന് അവന്റെ വലിയ കരം നിരാസന്റെ മേൽ, നിരാസന്റെ കുടുംബത്തിന് മേലൊക്കെ ഇരുന്ന് അനുഗ്രഹിച്ച വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, തുറന്നുള്ള സമയങ്ങളിൽ നടക്കുന്ന എല്ലാ സെക്ഷനിലും പരിശുദ്ധാത്മാവിന്റെ കരം കൊടുത്ത് പരിപാലിക്കണം. അങ്ങയുടെ കരം കർത്താവെ അത്ഭുതമായി ചെയ്യും. ദൈവത്തിന്റെ കർത്താവ് പൊന്നുകരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. തിരുകരങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. ദൈവദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേനെ. ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലുള്ള മീറ്റിംഗിലുള്ള എല്ലാ ദൈവഭക്തരായ കർത്താവിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും, പ്രത്യേകിച്ച് ഹോസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയ സോഫി ആന്റിക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നിങ്ങൾ ഈ മിനിസ്ട്രിയിലേക്ക് ഞങ്ങളെയും സ്വാഗതം ചെയ്തതിനും അത് ഈ തിങ്കളാഴ്ച മീറ്റിംഗ് സെക്ഷൻ ഞങ്ങൾക്ക് തന്നതിലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും പ്രൈസ് ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനെല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പാസ്റ്റർ രാജേഷ് പിള്ള 30 വർഷമായി ഒറീസയിലെ മിഷണറിയായി പ്രവർത്തിക്കുന്നു. അനേക ഗ്രാമങ്ങളിൽ ചർച്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും ചിൽഡ്രൻസ് ഹോമുകള്, അതുപോലെ കുഷ്ഠരോഗ പ്രവർത്തനങ്ങൾക്ക് എല്ലാം നേതൃത്വം കൊടുക്കുവാനും, റിവൈവൽ മീറ്റിങ്ങുകൾ നടത്തുവാനും, അനേക സ്ഥലങ്ങളിൽ ദൈവദാസന്മാരെ സഹായിക്കുവാനും ഒക്കെ കർത്താവ് ഞങ്ങളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഭാര്യ ജിജി രാജേഷ്. പ്രൈസ് ഗോഡ്. കാണാൻ പറ്റത്തില്ല. ജിജി രാജേഷ് ഉണ്ട്. അതുപോലെ തന്നെ മകള് സ്റ്റെഫി രാജേഷ് ഉണ്ട്. പ്രൈസ് ഗോഡ്. മകൻ വിശാഖപട്ടണത്ത് ദൈവവചനം പഠിക്കുവാൻ പോയിരിക്കുന്നു. അതുകൊണ്ട് മകനെ നമ്മുടെ മീറ്റിംഗിൽ അത് സംബന്ധിക്കുവാൻ സാധ്യമല്ല. അവിടുത്തെ ഷെഡ്യൂൾ അനുസരിച്ച് മുൻപോട്ട് പോകണമല്ലോ. അതുകൊണ്ട് സദയം ക്ഷമിക്കുക. ഞങ്ങളുടെ കൂടെ ഷെഫി ഉണ്ട്. ഷെഫി മോള് ഒറിയ പാട്ടുകൾ പാടും. അതുപോലെ ഹിന്ദി, മലയാളം പാടുമോ? അതെ, മലയാളം വളരെ കുറച്ചൊക്കെ അറിയത്തുള്ളൂ. അതിൻ്റെ പാട്ടുകളിൽ ചില വ്യത്യാസമൊക്കെ വരുന്നത് കാണാം. എന്നാലും അവള് അതെ തീർച്ചയായിട്ടും പാടുവാനായിട്ട് ഇടയാകട്ടെ. പ്രിയ മകള് BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റെഫി എന്നാണ് പേര്. മകളെ ക്ഷണിച്ചോളുന്നു, പാട്ട് പാടും. സ്തോത്രം. എല്ലാവർക്കും എന്റെ സ്നേഹം വന്ദനം അറിയിക്കുന്നു. എല്ലാ ആന്റിമാർക്കും പാസ്റ്റർമാർക്കും എല്ലാവരും എന്റെ പ്രൈസ് ലോർഡ്. ദൈവഭക്തന്മാർക്ക് എല്ലാവർക്കും സ്റ്റെഫിയുടേതായ വന്ദനം അറിയിക്കുകയാണ്. ഒറിയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. മലയാളം കുറച്ച് സംസാരിക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്. പിളർന്നതാം പാറയെ എന്നുള്ള പാട്ട് മലയാളമാണ്. പുള്ളിക്കാരി അത് പാടും നമുക്ക് വേണ്ടി. പ്രൈസ് ഗോഡ്. ഞാൻ മറയട്ടെ, ഞാൻ മറയട്ടെ, സംഗീതമേ എനിക്കാനന്ദമേ, നിൻചാരിടും അവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ, ഇളനതാം പാറയേ
അഭയം തരും. തീയമ്പുകൾ ശത്രുവെ എതിർക്കുമ്പോൾ തൻ ചിറകിൻ നിഴലിൽ അഭയം തരും. പീഡനതാ പാരേ നിന്നിൽ ഞാൻ മറയട്ടെ. പീഡനതാ പാരേ നിന്നിൽ ഞാൻ മറയട്ടെ. ഏകനന്നു നീ കരുതിടുമ്പോ തുണയായാരുമില്ലെങ്കിലും, ഏകനന്നു നീ കരുതിടുമ്പോ തുണയായാരുമില്ലെങ്കിലും, തനയിരയായി കൽ മാത്രമെന്നിങ്ങപ്പോ ഗോവിലിൽ ദൂതമായി ഇറങ്ങി വരും. തനയിരയായി കൽ മാത്രമെന്നിങ്ങപ്പോ ഗോവിലിൽ ദൂതമായി ഇറങ്ങി വരും. പീഡനതാ പാരേ നിന്നിൽ ഞാൻ മറയട്ടെ. പീഡനതാ പാരേ നിന്നിൽ ഞാൻ മറയട്ടെ. സംഗീതമേ എനിക്കാനന്ദമേ നിൻ ചാരിടും അവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പീഡനതാ പാരേ നിന്നിൽ ഞാൻ മറയട്ടെ. പീഡനതാ പാരേ നിന്നിൽ ഞാൻ മറയട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വളരെ ശക്തമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗീതമാണ് പാടിയത്. അതെ, ശത്രു എഴുതിരുന്ന പല തീയമ്പുകളും നേരിടുവാനുള്ള ബലം നമുക്ക് കർത്താവ് തരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരത്തിലൂടെയാണ് ഇതിനകത്ത് പലരും കടന്നു പോകുന്നത് ഞങ്ങൾക്കറിയാം. നമ്മൾ ധൈര്യപ്പെടുത്തുവാൻ കർത്താവിന്റെ ദൂതന്മാർ കൂടെയുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ അതേ പ്രൈസിനോട് ആമേനെ തുടയ്ക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ കൂടെ എന്നും സഹായത്തിനായി നിൽക്കും. ഇപ്പോൾ ഒരു ഒറിയ പാട്ട് പാടി ആമേനെ ഒരു ഹിന്ദി പാട്ട് പാടും. അത് കഴിഞ്ഞു ഓക്കെ, ഒരു ഹിന്ദി പാട്ട് കൂടെ പാടും. ഏത് പാട്ടാണ്? ആമേനെ നല്ലൊരു അതെ പാട്ടാണ് പുള്ളിക്കാരി. ആമേനെ ഈ ഹിന്ദി പാട്ടിലാണ് ഏറ്റവും കൂടുതൽ മകളുടെ എന്താ പറഞ്ഞത് ഫേവർ. അപ്പോൾ ഹിന്ദി പാട്ട് പാടി അത് നമ്മുടെ ഈ മീറ്റിംഗില് പാടുവാനായിട്ടിടയാ തീരട്ടെ. സ്തോത്രം. ईश्वर के रब के समान और कोई ईश्वर नहीं. ईश्वर के रब के समान और कोई ईश्वर नहीं. करता मेरी मदद अपनी महिमा के साथ, मेघों पे होके सवार. करता मेरी मदद अपनी महिमा के साथ, मेघों पे होके सवार. वो है अल्फा ओमेगा, वो है आदि वो ही अंत. वो है अल्फा ओमेगा, वो है आदि वो ही अंत. ईश्वरों के रब के समान और कोई ईश्वर नहीं. ईश्वरों के रब के समान और कोई ईश्वर नहीं. राजाओं का राजा, प्रभु का प्रभु, देवताओं का देवता केवल वही. राजाओं का राजा, प्रभु का प्रभु, देवताओं का देवता केवल वही. जमाना बदल जाए चाहे, वो ना बदलता कभी. जमाना बदल जाए चाहे,
चिंताएं सारी मिटाकर कुशल से चलाता मुझे, चिंताएं सारी मिटाकर कुशल से चलाता मुझे। वो है अल्फा ओमेगा, वो है आदि वो ही अंत, वो है अल्फा ओमेगा, वो है आदि और अंत। काराग में हो या पद्मोस के द्वीप में हो, आत्मा से मुझको भराता वो है। काराग में हो या पद्मोस के द्वीप में हो, आत्मा से मुझको भराता वो है। जब भी मैं निर्बल हो जाऊं, सामर्थ से भरता वही। जब भी मैं निर्बल हो जाऊं, सामर्थ से भरता वही। वो है अल्फा ओमेगा, वो है आदि और अंत, वो है अल्फा ओमेगा, वो है आदि और अंत। यीशु के रब के समान और कोई ईश्वर नहीं, यीशु के रब के समान और कोई ईश्वर नहीं। ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ മലയാളം പാട്ടുണ്ട്. നമുക്കറിയാം യേശുവിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. എല്ലാ സമയങ്ങളിലും നമ്മളെ ബലപ്പെടുത്തുവാനായിട്ട് ആ നല്ല പാട്ടിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഒറിയ പാട്ട് ഇതുവരെ കേട്ടിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേ, ഫിലോ ആന്റി കാണുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ മധ്യത്തില് ഫിലോ ആന്റി കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അമ്മേ, ആന്റിക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങള് അമ്മ ചെറിയ സമയങ്ങളാണേലും ഞങ്ങളുടെ കൂടെ അവർ ചെലവഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഒറിയ പാട്ട്, മധുര സ്വരക്കുമരോ സജായി ബി ഗീതോ സുന്ദരോ. ആമേനെ, ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഗീതമാണ്. വളരെ ഹൃദയസ്പർശിയായ ഒരു ഒറിയ ഗീതമാണ്. സ്റ്റെഫി നമ്മൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും. താങ്ക് യു. मधुर सुर कुमर सजाइबी गीत तुमर, मधुर सुर कुमर सजाइबी गीत तुमर। जेते दिन थीबा जीवने मोर, जेते दिन थीबा जीवने मोर, गाउथिबी नाम तुमर। मधुर सुर कुमर सजाइबी गीत तुमर, मधुर सुर कुमर सजाइबी गीत तुमर। नाही प्रभु नाही देवा भाई प्रतिदान मोर अछि, प्रभु अछि केवल हृदय मोर। नाही प्रभु नाही देवा भाई प्रतिदान मोर अछि, प्रभु अछि केवल हृदय मोर। ए जीवन अटे तुम्हारी दान, ए जीवन अटे तुम्हारी दान, बोलिबिनी प्रेम तुमर, बोलिबिनी प्रेम तुमर। मधुर सुर कुमर सजाइबी गीत तुमर, मधुर सुर कुमर सजाइबी गीत तुमर। आसो प्रभु आसो बसी जाए हृदय मोर, डाके आजी डाके अकुल ए प्राण मोर।
मधुर सुर कोमर सजाइबी गीत तुमर मधुर सुर कोमर सजाइबी गीत तुमर हालेलुया Praise God. എന്തായാലും പറയാനുണ്ടോ? എല്ലാവർക്കും വന്ദനം. Praise God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ഗോഡ്. വീണ്ടും പ്രൈസ് ഗോഡ്. ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലെ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങൾ കൈമാറുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിനുള്ള ഞങ്ങളുടെ പ്രിയ സോഫിയ ആന്റിക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ ഫിലോ ആന്റിക്കായി ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഒത്തിരി ആന്റിമാരെ ദൈവം തന്നിട്ടുണ്ട്. അതില് കൂടുതൽ ഇനിയും ഞങ്ങൾക്ക് ആന്റിമാരെ ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. അല്പസമയം ജിജി സാക്ഷ്യത്തിൽ കൂടെയും വചനത്തിൽ കൂടെയും ഒരു ചെറിയ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ജിജി രാജേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹോപ്പ്ഫുൾ മിനിസ്ട്രീസിന്റെ സൂം മീറ്റിംഗിന്റെ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തതായ പ്രിയ കർത്തൃദാസിയ സോഫിയ ആന്റി ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ലിങ്കിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്ന പ്രിയ സിസ്റ്റർ ഷേർലി ഷിബു സിസ്റ്ററോടുള്ള കർത്താവിന്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ തന്നെ അഭിഷേകന്മാരായ ദൈവദാസന്മാരും ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ടെന്നറിയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 1-2 മാസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന ഫിലോ ആന്റി ഇന്ന് ഈ സൂമില് ഒരു പ്രാവശ്യം കൂടെ പ്രിയ ദേവദാസിയെ മുഖാമുഖമായിട്ടൊന്നും കൂടെ കാണാൻ കർത്താവ് നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വലിയവനായ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഭിഷക്തന്മാരും ഈ ലൈനിലുണ്ടെന്ന് അറിയാം. കർത്താവ് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഇതുപോലെ ഈ സൂം പ്ലാറ്റ്ഫോമിലോട്ട് കടന്നു വരാനായിട്ട് ദൈവം തന്ന ഒരു അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവം നമ്മളെ നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ നാളുകളില് കടന്നു പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷ്യം ഒന്നിനോടൊന്ന് നമ്മളെ കർത്താവിനോട് അടുപ്പിച്ച സാക്ഷ്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ആമേൻ, സ്തോത്രം. നമ്മളെ ആരും കർത്താവ് ചെറിയവരായിട്ടല്ല, കർത്താവ് നമ്മളെ എല്ലാവരെയും മാന്യരായിട്ടും അഭിഷക്തന്മാരായിട്ടും കർത്താവിന്റെ പർപ്പസിലേക്ക് നമ്മളെ ഒന്നും കൂടെ ദൈവം അടുപ്പിച്ച ചില വിധങ്ങളുമായിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം. നമ്മള് ഈ കർത്താവിന്റെ ആ മഹത്വമേറിയ നാമത്തെ സ്വീകരിച്ചത് മുഖാന്തരം അല്ലെങ്കിൽ കർത്താവിലേക്ക് കടന്നു വന്നത് മുഖാന്തരം കർത്താവിനെ പിൻപറ്റാനായിട്ട് നമ്മൾ തീരുമാനമെടുത്തത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ചില വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളവരാണ്. എന്നെ കേൾക്കുന്ന പലരും പലവിധമാകുന്ന ദുഃഖങ്ങളിലും വേദനകളിലും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ്. എന്നാൽ എനിക്ക് ഇന്നൊന്നേ പറയാനുള്ളൂ, ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും നമ്മെ വിളിച്ച ദൈവം ഉണ്ടല്ലോ, വിശ്വസ്തന, നമ്മെ അന്ത്യം വരെ നടത്താൻ മതിയായവനാ. അത് പ്രശ്നങ്ങളൊക്കെ അതിന്റെ വഴിക്ക് വരികയും പോകുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതാണ് ഹല്ലേലൂയ. അതിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. ഈ ലോകത്തിൽ നമുക്കുണ്ടല്ലോ ഒന്നും പ്രശംസിക്കാന് ഒന്നിലും വകയില്ല. എന്നാൽ നമുക്ക് പ്രശംസിക്കാൻ ഒന്നേ ഉള്ളൂ, നമ്മെ വിളിച്ച കർത്താവിൽ മാത്രം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവവചനത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ എന്തോ ചെയ്യണം, ധൈര്യപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത് നമ്മളൊരു ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, ശക്തിയുടെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെ സാഹസത്തിന്റെ ഒക്കെ ആത്മാവിനെയാണ് നമുക്ക് തന്നേക്കുന്നത്. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളിൽ അങ്ങ് ഒതുങ്ങിപ്പോയിട്ട് നമ്മൾ ഭീരുക്കളായിട്ട് അങ്ങ് മാറുക. കാരണം അയ്യോ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോകും, എനിക്കിത് ഭവിച്ചല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും എന്തോ ചെയ്യും, ആവലാതികളും പരാതികളും ഭയവും ഭീരുത്വവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവിന്റെ വിളി ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു വലിയ കാര്യം തന്നെ. എളുപ്പമാണ്. പക്ഷെ ഇതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതുണ്ടല്ലോ,
അതിന് ഒരു പ്രത്യേക കൃപ നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മൾ കർത്താവിനെ പിൻപറ്റാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആമേൻ വിശ്വസ്തയോടെ നമ്മൾ നിൽക്കണം. ആമേൻ. നമ്മുടെ വിശ്വസ്തതയുടെ മേളിലാ കർത്താവിന് ചിലത് പണിയാനുള്ളത്. കർത്താവ് എന്തോ പറയുന്നത്? അല്പത്തിൽ വിശ്വസ്തരായവരെ ഞാൻ അധികത്തിൽ വിചാരകരാക്കും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസ്തതയാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാണ് വിശ്വാസം. ആമേൻ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിരാശകളും വേദനകളും നഷ്ടങ്ങള് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. എന്നാല് കർത്താവ് നമ്മെ അതിലൊക്കെയും ശക്തീകരിക്കും, ബലപ്പെടുത്തും. കർത്താവ് എന്തോ പറഞ്ഞേ? എന്റെ കൃപ, അപ്പോസ്തലനായ പൗലോസിനോട് എന്താ പറഞ്ഞേ? എന്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. ആ കൃപയാണ് ഈ ലോകത്തിൽ ഒരു ദൈവ പൈതലിനെ നടത്തുന്നത്. ആ കൃപയാണ് ഈ ലോകത്തില് ഒരു ദൈവ ഭക്തനെ തന്റെ വിശ്വാസത്തിന്റെ പാതയിൽ പിടിച്ചു നിർത്തുന്നത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഈ കർത്താവിനെ പിൻപറ്റാനാ കർത്താവ് നമ്മെ വിളിച്ചത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ കണ്ടൊന്നും ഭയപ്പെട്ടു പോകണ്ട. നമ്മളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളെ ഓർത്തൊന്നും ഭയപ്പെട്ടു പോകണ്ട. ആമേൻ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്നൊന്നും അല്പമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ കടന്നു വന്ന എന്റെ മാതാപിതാക്കള് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവരായിരുന്നു. അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ കടന്നു വന്ന മാതാപിതാക്കളാല് ജനിച്ച് വളർത്തപ്പെട്ട ഒരു പൈതലാണ് ഞാന്. എന്റെ ജനനം മുതൽ ഈ വിശ്വാസത്തിന് വേണ്ടിയുള്ള ആ പോരിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മാതാപിതാക്കന്മാര് വളരെ കോസ്റ്റ് അതിനുവേണ്ടി കൊടുത്തിട്ടുള്ളവരാണ്. സ്വന്തം നാട്ടില് എന്റെ പിതാവിന്റെ നാട് കണ്ണൂരാണ്. എന്റെ പിതാവ് വിവാഹം പെന്തക്കോസ്തിൽ നിന്ന് കഴിച്ചത് മുഖാന്തരം മുൻപ് തന്നെ വിശ്വാസത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ എന്റെ പിതാവ് ഒത്തിരി വിശ്വാസത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സ്വന്തം അമ്മ 2 തവണ വിഷം ഫുഡിൽ കൊടുത്തിട്ടുണ്ട് എന്റെ ഫാദറിനെ കൊല്ലാനായിട്ട്. ദൈവവിളി കേട്ടു വന്നൊരു മനുഷ്യനാ. അപ്പം വളരെയധികം പ്രതികൂലങ്ങൾ ആ ഭവനത്തിൽ നിന്നുണ്ടായി. സഹോദരങ്ങളെല്ലാം ഒറ്റപ്പെടുത്തി, മാതാപിതാക്കന്മാർ ഒറ്റപ്പെടുത്തി. വളരെ വലിയൊരു കുടുംബമാണ് മണിമല കുടുംബം എന്ന് പറഞ്ഞാല്. പക്ഷേ തന്റെ ജീവിതത്തിൽ താൻ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പിന്നെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം, വിവാഹം കഴിച്ചതിന് ശേഷം, പിന്നെ ഞാൻ ജനിച്ചത് മുതൽ പിന്നെ കണ്ണൂരിന്റെ പ്രദേശത്ത് അവർക്ക് നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യങ്ങളായിരുന്നു. സ്വന്തം സഹോദരങ്ങൾ പലപ്പോഴും കൊല്ലാനും പിന്നെ ഞങ്ങളെ അവിടുന്ന് ഓടിച്ചു കളയാനും ഒക്കെയുള്ള വളരെ ഒത്തിരി വിശാലമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. പക്ഷെ അങ്ങനെ ഒന്നൊരു സമയത്ത് എന്റെ പിതാവ് 75 അവിടുത്തെ സ്ഥലവും വീടും ഒക്കെ വിറ്റ് ഞങ്ങൾ പാലക്കാടിന്റെ പ്രദേശത്തേക്ക് കടന്നു വരാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പാലക്കാട്ട് കടന്നു വരുമ്പോൾ വെറും 75 ദിവസം പ്രായമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ബാല്യവും യൗവനവും എന്റെ എല്ലാ വളർച്ചയും പാലക്കാടിന്റെ പ്രദേശത്തായിരുന്നു. അവിടെയും ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു അനുകൂലമായ ഒരു പരിസ്ഥിതിയിലൂടെ അല്ല. അവിടെയും ഞങ്ങളുടെ ഒരു പിതാവിന്റെ ഒരു കസിൻ ബ്രദർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവര് മുഖാന്തരവും പിന്നെ ഞങ്ങൾ അവിടെ ഒരു കുടുംബം മാത്രമേ വിശ്വാസത്തിൽ വന്നവരുള്ളായിരുന്നു. അപ്പൊ അത് മുഖാന്തരം ഒത്തിരി കഷ്ടതകളും വേദനകളും നഷ്ടങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ശേഷം പിന്നെ ഒരു സിസ്റ്റർ ഉണ്ടായി, അതിനുശേഷം ഒരു ബ്രദർ, പിന്നീട് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് 1.5 വയസ്സായപ്പോൾ മരിച്ചുപോയി. പക്ഷെ ഞങ്ങൾ കടന്നു പോകുന്ന സഭയിൽ ചെന്ന് ഞങ്ങളുടെ അയൽപക്കക്കാരും ഞങ്ങളുടെ പപ്പായുടെ കസിൻ ബ്രദറും അവരൊക്കെ പോയി അവരെ വിലക്കുകയും ഒക്കെ ചെയ്തു മുഖാന്തരം എന്റെ കൊച്ചനിയത്തി മരിച്ച സമയത്ത് അവരാരും വരുന്നില്ല. ഞങ്ങളുടെ എന്താ പറയാ ഫർമസിസിൽ തന്നെയാണ് കുഞ്ഞിന് അടക്കം വരെയും കൊടുക്കേണ്ടതായിട്ട് വന്നത്. എന്നാല് മരിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നതായ സമയത്ത് ഈ പറഞ്ഞ ജ്യേഷ്ഠനും ഒക്കെയും ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ഒരു ഹർത്താൽ ദിവസമായിരുന്നു. ഒരു ജീപ്പിനകത്ത് അവർ വന്നുകൊണ്ടിരുന്നത്. മരിച്ച 1.5 വയസ്സുള്ള കുഞ്ഞ് എന്റെ അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ കസിൻ ബ്രദർ, എന്റെ പേരപ്പൻ പറയും, അദ്ദേഹം ആ കുഞ്ഞിന്റെ കാലെ പിടിച്ച് വഴിയിലോട്ട് വലിച്ചെറിയാനായിട്ട് ശ്രമിച്ചു. നീ ഇതിനെ എന്തോ ചെയ്യും, നിന്റെ സഭക്കാരൊന്നും വന്നില്ലല്ലോ, നീ എന്തിനാ ഇതിനെ ഉണക്കി വെച്ച് കഴിക്കാൻ പോവുകയാണോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള സംസാര രീതികളൊക്കെ. അങ്ങനെ ആ ദേശത്ത് ഞങ്ങൾ ഒത്തിരി വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ഞങ്ങളുടെ യൗവനവും എല്ലാ വളർച്ചയിലും ഞങ്ങൾ കർത്താവിന് വേണ്ടി വളരെ തീഷ്ണതയോടെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് അനുകൂല പരിതസ്ഥിതികളൊക്കെ നമ്മൾ കർത്താവിനെ അറിഞ്ഞ് കടന്നു വരുമ്പോൾ
നമുക്ക് ചില നമ്മുടെ സ്വന്തക്കാര്, ബന്ധുക്കള്, ചാർച്ചക്കാര്, നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നവര് ഒക്കെ നമ്മളെ വിട്ട് കടന്നു പോകും. എന്നാല് അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മൾ കർത്താവ് ആരംഭിച്ചിരിക്കുന്ന ആ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ ഈ പ്രതിസന്ധികളിലൂടെ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായി തീരും. എന്റെ ജീവിതത്തിൽ അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ കർത്താവിന്റെ വേലയെ കുറിച്ചുള്ള ഒരു വലിയൊരു ആഗ്രഹവും കൊച്ചുനാളിൽ മുതൽ അതിനു വേണ്ടിയുള്ള ദർശനങ്ങളും ഒക്കെയും കർത്താവ് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. അന്നൊന്നും അതിന്റെ മഹത്വം എന്തുവാന്ന് മനസ്സിലായില്ല. ചില നാളുകൾ കഴിഞ്ഞപ്പോ വിവാഹത്തിന്റെ ഒക്കെ ആ സമയങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ എന്റെ തീരുമാനം ഒരു ശുശ്രൂഷകനെ വിവാഹം കഴിക്കണമെന്നും ദൈവവേല ചെയ്യണമെന്നും ഉള്ളൊക്കെ ഒരു വലിയ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അതനുസരിച്ച് കർത്താവ് വലിയ പദ്ധതികളൊക്കെ ദൈവം ചെയ്തു. ആമേൻ, സ്തോത്രം. അങ്ങനെയാണ് ഈ പ്രിയ കർത്തൃദാസനെ പാസ്റ്റർ രാജേഷുമായുള്ള വിവാഹം നടക്കുവാനൊക്കെ ഇടയായി തീർന്നത്. കേരളത്തില് ആ സ്റ്റേറ്റ് വിട്ട് എങ്ങും പോകാത്തൊരു വ്യക്തിയായിരുന്നു ഞാന്. പക്ഷെ എന്റെ ഡിഫറെന്റ് ആയ ഒരു കൾച്ചറിലേക്ക്, എന്റെ ഡിഫറെന്റ് ആയ ഒരു സാഹചര്യത്തിലേക്കാ എനിക്ക് അവിടുന്ന് എന്റെ വിവാഹത്തിന് ശേഷം കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ഈ ഒറീസ വന്നപ്പം എനിക്ക് ഈ ഒറീസ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ ആൾക്കാരുടെ രീതികൾ, ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ആൾക്കാരുടെ സ്റ്റൈല്, ഇതൊന്നും എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇത്രയും സ്ഥലമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്തിയേ, നല്ലൊരു സ്ഥലമൊന്നും കിട്ടിയില്ലായിരുന്നോ, ഇതേ കിട്ടിയുള്ളോ എന്നൊക്കെ ഞാൻ ആദ്യ സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞു, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഓസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിൻസിനും കുഞ്ഞുങ്ങളെയും അഗ്നിക്കിരയാക്കിയത്. ആ സംഭവം ഞങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. ഇതുപോലെയുള്ള നല്ല സാഹചര്യങ്ങളിൽ ജീവിച്ചവര് കുഷ്ഠരോഗികളുടെ വ്രണമൊക്കെ കഴുകി എന്റെ സ്നേഹം നിമിത്തം ഒറീസയുടെ ഗ്രാമങ്ങളില് എന്റെ സ്നേഹം പകരാന് അവരെടുത്ത എഫർട്ട് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്തുകൊണ്ട് നമുക്ക് ഒറീസയിൽ നിൽക്കാൻ കഴിയത്തില്ല? അന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിലും ഞങ്ങൾക്ക് ഒരുമിച്ചൊരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞു. കർത്താവ് പറയുന്നത് വരെ ഈ കൂടാരം ഒറീസയിൽ തന്നെ നിൽക്കുമെന്ന്. കർത്താവ് പറയാതെ ഞങ്ങൾ ഇവിടം വിട്ട് മടങ്ങത്തില്ലെന്നൊരു തീരുമാനമെടുത്തു. അന്ന് മുതൽ ഭാഷ പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. നല്ല രീതിയിൽ ഒറിയ ഭാഷ സംസാരിക്കാനും ചെറിയ രീതിയിലൊക്കെ എഴുതാനും കർത്താവ് വായിക്കാൻ നല്ലതായിട്ടും ഒക്കെയും കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വേല പലവിധമാകുന്ന പ്രതികൂലങ്ങൾ, ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുകൾ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. വളരെയധികം കഷ്ടങ്ങൾ. ഈ പ്രതികൂലത്തിലൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കും, തിരിച്ചു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച ചില സന്ദർഭങ്ങളായിരുന്നു. എന്നാൽ അപ്പോഴാണ് ഈ ദൈവഭക്തന്റെയും കുഞ്ഞുങ്ങളുടെയും മരണം. അത് പക്ഷെ ഞങ്ങളുടെ ഒറീസയിൽ ഞങ്ങളുടെ ജീവിതത്തെ പിന്നെയും ഉറപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തില് പട്ടിണിയും ദാരിദ്ര്യവും വേദനയും ഒറ്റപ്പെടലും, ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ഏറ്റവും താഴ്ന്ന ആൾക്കാരായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ കാണുന്നത്. അവർ നമ്മുടെ അടുക്ക ഒന്ന് വരികയോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊടുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഒറീസയിൽ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അനേക പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എതിർപ്പുകളുണ്ട്. എന്നാൽ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് വലിയൊരു ദൗത്യത്തിലേക്കാണെന്നുള്ള ഒരു വലിയൊരു ബോധം ഞങ്ങൾക്കുണ്ട്. സ്വർഗത്തിന്റെ അംബാസഡറുകളായിട്ടാ കർത്താവ് നമ്മളെ ഈ പട്ടണത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്. വലിയ ദൗത്യമാണ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ആ ഒരു ദർശനത്തോടു കൂടെ ഞങ്ങൾ ഈ ദിവസങ്ങളിലായിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് 3 മക്കളെയാണ് തന്നത്. മൂത്ത മോൻ സ്റ്റെയിൻസ്, അത് ഞങ്ങള് ഈ ഗ്രഹാം സ്റ്റെയിൻസ് ദൈവദാസന്റെ മരണത്തോടു കൂടെ ദൈവദാസിയെ കാണാനും ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ കർത്താവിന്റെ ദാസന് ഒരു അവസരം ഉണ്ടായി. അങ്ങനെ അവിടെ ചെല്ലുകയും ആന്റിയുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ ഭാര്യ 5 മാസം ഗർഭിണിയാണ്, ദൈവം ഞങ്ങൾക്ക് ഒരു മോനെയാ തരുന്നെങ്കിൽ തീർച്ചയായും ആ അഭിഷക്തന്റെ പേരിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവനെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുമെന്ന് ഒരു പ്രോമിസ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഉള്ള ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സഫറിങ്ങിന്റെ സമയങ്ങളായിരുന്നു. ഒരു വശത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള്, മറുവശത്ത് ഒരു മാനുഷികമായ ഒരു സപ്പോർട്ട് ഞങ്ങൾക്കില്ല, ഒരു കൂട്ടായ്മയ്ക്ക് ഞങ്ങൾക്ക് ആരുമില്ല. എന്നാൽ ഇതിന്റെയൊക്കെ അനുഭവത്തിൽ പിന്നീട് എന്റെ ശരീരത്തിലേക്ക് 4th ടൈം ജോണ്ടിസ് എഫക്ട് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു ക്യാരിങ് സ്റ്റേജില്.
പിശാച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വിട്ടത്. ഞങ്ങൾ വിചാരിച്ചു എങ്ങനെ ഇതിന് മുമ്പോട്ട് പോകും. ആദ്യം തന്നെ എനിക്ക് ജോണ്ടിസ് വന്ന സമയത്ത് 95 എനിക്ക് ജോണ്ടിസ് വന്ന സമയത്ത് ഞാൻ മരിച്ചുപോയൊരു വ്യക്തിയാ. അന്ന് എന്നെ എവിടെ അടക്കണമെന്ന് എന്റെ വീട്ടുകാർ ചിന്തിച്ച ചില സന്ദർഭത്തിലൂടെ കടന്നുപോയൊരു വ്യക്തിയാ. എന്നാൽ ആ സമയങ്ങളിൽ എന്നെ ദൈവം ഈ ഒരു വാക്യം തന്നെ എന്റെ ജീവിതത്തെ ബലപ്പെടുത്തിയത്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ആമേൻ. കട്ടിലിനോട് പറ്റിക്കിടക്കുന്ന ഒരു ശരീരം, സൗന്ദര്യം നഷ്ടപ്പെട്ടു, രൂപം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മുൻപിൽ എന്താ മരണം മാത്രം കണ്ട ചില സന്ദർഭങ്ങളായിരുന്നു എന്റെ ജീവിതത്തിൽ. എന്നാൽ കർത്താവ് അവിടെ നിന്നൊക്കെ എന്നെ കൊണ്ടുവന്നു, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം തന്നു. പിന്നീട് എന്റെ വിവാഹം നടന്നു. ഇപ്പോൾ ഞാൻ ക്യാരിങ് സ്റ്റേജിൽ വീണ്ടും ഞാൻ ജോണ്ടിസിനാൽ അഫക്റ്റഡ് ആയി തീർന്നു. എന്നെ ഇവിടുന്ന് 8 months ആയപ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് പോലെ ഞാൻ കേരളത്തിൽ ചെന്നിറങ്ങിയത്. ഹരിപ്പാടിൽ ഞങ്ങളുടെ ഭവനത്തിൽ ചെന്നു. ചില ദിവസങ്ങൾ അവിടെ പിന്നിട്ടതിന് ശേഷം എന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഈ വുമൻസിന്റെ ഒരു മെഡിക്കൽ കോളേജാ. ഞങ്ങൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ ഇറക്കി കൊണ്ടുവരികയാ. പിശാച് ഞങ്ങളെ വെല്ലുവിളിച്ചു, നിന്റെയും ഫ്യൂച്ചർ ഇതാണ്, നിന്നെ ഇവിടെ ഇവിടെ പിശാച് ഞങ്ങളെ തകർക്കുമെന്നുള്ള ഒരു വെല്ലുവിളി അവിടെ നേരിടാനായിട്ട് ഇടയായി തീർന്നു. അകത്തോട്ട് കയറിയപ്പോഴും ഒരു വലിയ ഹാളിൽ ഒരുപാട് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഒരു കുഞ്ഞിന്റെ ബ്ലഡ് മൊത്തം ചേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യത്തില് പിശാച് ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ നിന്റെ ഭാവി തീരാൻ പോവുക, ഇവിടെ എല്ലാം തീരും. എന്നാൽ അവിടെ ചില ദിവസങ്ങൾ ഞങ്ങൾക്ക് പിന്നിടേണ്ടതായിട്ട് വന്നു. ഡോക്ടർമാർക്ക് PG സ്റ്റുഡന്റിന് പഠിക്കുന്ന ഒരു ബോഡി പോലെ ഞാൻ അവിടെ ആയിരുന്നു. കാരണം ഈ 8 month സ്റ്റേജില് അവർക്കൊരു ഇഞ്ചക്ഷൻ തരാനോ എനിക്ക് വേണ്ട വിധത്തിൽ ഒരു ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അവര് വന്ന് PG സ്റ്റുഡൻസ് വന്ന് എന്റെ ബ്ലഡ് ഇങ്ങനെ എടുത്തോണ്ട് പോകും. അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളും ഒത്തിരി വിഷമിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടുന്ന് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് എന്റെ പിതാവ് പറഞ്ഞു, ഇല്ല, എന്റെ മോളെയും കൊണ്ട് ഞാൻ ഭവനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് ഭവനത്തിൽ ചെന്നു. വിത്തിൻ 15 days എന്റെ ബിൽറൂമിന്റെ കൗണ്ട് എല്ലാം നോർമൽ ആകുവാനും, ആമേൻ സ്തോത്രം, എനിക്ക് ഒരു നോർമൽ ആയിട്ട് ഒരു ഡെലിവറി നടക്കുവാനിടയായി തീർന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ബ്ലഡിന് വേണ്ടി 2-3 പേരെ ഒന്ന് അറേഞ്ച് ചെയ്ത് നിർത്തണമെന്ന്. ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് എന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം അമ്മയെയും കുഞ്ഞിനെയും സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നല്ലൊരു ആരോഗ്യമുള്ള ഒരു പൈതലിനെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അവനെ സ്റ്റെയിൻസ് രാജേഷ് എന്ന് പേരിടുവാനായിട്ട് ഇടയായി തീർന്നു. അവന് കർത്താവിന്റെ വേലയെ കുറിച്ചുള്ള വിളിയാണ് ഉള്ളത്. അപ്പോൾ അവന്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവൻ ബാങ്കിലൊക്കെ ഒന്ന് വർക്ക് ചെയ്തു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനോട് തന്നെ ഇടപെടേണ്ടതായ ഒരു സാഹചര്യത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരുന്നു. എന്നാൽ കർത്താവിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇടപെട്ടു. ഇന്ന് അവൻ MD എടുക്കാനായിട്ട്, ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ ഞങ്ങൾക്കുള്ളത് മോള് സ്റ്റെഫി കുഞ്ഞ് BSc നഴ്സിംഗ് പറഞ്ഞതുപോലെ 2nd year പഠിക്കുന്നു. ഇളയ മോന്റെ കാര്യങ്ങളൊക്കെയും നമ്മുടെ സോഫിയ ആന്റിക്കൊക്കെ അറിയാം. കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് ഞങ്ങൾ മെയിൽ നാട്ടിൽ പോയതായ സന്ദർഭത്തില് അവൻ ക്യാബിൻ ക്രൂ എല്ലാം പഠിച്ചൊരു കുഞ്ഞാ. പിന്നെ 23 വയസ്സ് മാത്രമേ കുഞ്ഞിന് പ്രായമുള്ളൂ. പക്ഷെ ഞങ്ങൾ നാട്ടിൽ ചെന്ന്, ഇവിടുന്ന് ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് നാട്ടിൽ ചെന്നത്. എല്ലാ മീറ്റിങ്ങുകളിലും ഞങ്ങളെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ധൈര്യശാലിയായ ഒരു മോനായിരുന്നു. വളരെ വളരെ തീഷ്ണതയുള്ള ഒരു കുഞ്ഞായിരുന്നു. എന്നാൽ കഴിഞ്ഞ മെയിൽ ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നതിന്റെ ചില ദിവസങ്ങൾക്ക് മുൻപില് അവിടെ ഈ പാടി ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിടത്തില് നിറഞ്ഞതായ ആ വെള്ളത്തില് എന്റെ കുഞ്ഞ് അവന് നീന്താനൊന്നും അറിയത്തില്ലായിരുന്നു. കൂട്ടുകാർ അവനെ വിളിച്ചോണ്ട് പോയി, വാടാ നീ വെക്കേഷനിൽ വന്നതല്ലേ, നമുക്ക് പോയിട്ട് അവിടെ വലയിട്ടിട്ടുണ്ട്, നമുക്ക് അത് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ മോൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വാ, ഞാനിവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇല്ലടാ, നീ കൂടെ വന്നാലല്ലേ ഒരു രസമുള്ളൂ എന്നും പറഞ്ഞ് കുഞ്ഞിനെ അവര് വിളിച്ചോണ്ട് പോയി. ആ രാത്രിയിൽ അവനെ കൊണ്ടുപോയത്. അവിടുന്ന് അവരുടെ ആ ചെറിയ വള്ളം മറിയാനായിട്ട് ഇടയായി തീർന്നു. പെട്ടെന്ന് പിന്നെ ഞങ്ങളെ വിവരം അറിയിച്ചു. അവന്റെ അടുക്ക പിന്നെ ഞങ്ങൾക്ക് അവന്റെ ബോഡി ഒന്നും കണ്ടുകിട്ടാൻ അന്നേരം 5 മണിക്കൂറിനകം ഒന്നും നടന്നില്ല. എന്നാല്
പിന്നീട് ഞങ്ങൾക്ക് ലഭിച്ചു. പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ ഹിതമായിട്ട് ഞങ്ങൾ കരുതുന്നു. കാരണം ചില മാസങ്ങൾക്ക് മുൻപ് തന്നെ പല ദൈവദാസന്മാരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയങ്ങളെ കുറിച്ച് ഞങ്ങളെ അറിയിച്ചിരുന്നു. കൂടാതെ ദൈവാത്മാവ് അടിയനോടും ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഞാനും ദേവദാസനോട് പറഞ്ഞു, നമുക്ക് ഈ വിഷയങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, സംതിങ് എന്തോ സംഭവിക്കാൻ പോകുന്നു, നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇടിവിൽ നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ഞാൻ 21 ദിവസം ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് എന്നെ ദൈവാത്മാവ് ആ ഒരു ഉപവാസത്തിന്റെ പീരീഡിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ബോൾഡ് ചെയ്യായിരുന്നെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ആ പ്രാർത്ഥനയിൽ നെടുമ്പാട് ദൈവസന്നിധിയിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, അപ്പനെ കൂടാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും അധികമായി സ്നേഹിക്കത്തില്ല. അത് മക്കളാവട്ടെ, പ്രിയപ്പെട്ടവനാവട്ടെ, ആരുമാകട്ടെ, കർത്താവെ, നിന്നെ കൂടാതെ ഞാൻ ഒന്നിനെയും സ്നേഹിക്കത്തില്ല എന്ന് ഒരു തീരുമാനത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ട് ആ വാക്കുകളെ പറഞ്ഞു പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയത്തില്ല. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആമേൻ, എന്റെ കുഞ്ഞിന്റെ മരണത്തിന് മുൻപിൽ എനിക്ക് കരയാതെ നിൽക്കുവാനുള്ള ഒരു കൃപ കർത്താവ് തന്നു. അത് കർത്താവുമായിട്ടുള്ള ചില ഡീലിങ്ങുകളാണെന്ന് എനിക്ക് മനസ്സിലായി. പലപ്പോഴും കരച്ചിൽ കടന്നു വരുമ്പോൾ, വിഷമം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയും, നീയും കർത്താവുമായിട്ടുള്ള ഡീലിങ് നിനക്ക് ഓർമ്മയില്ലേ? ആമേൻ, എന്നെ ആ ഡീലിംഗ് ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. അപ്പോൾ ഞാൻ പറയും, കർത്താവ്, യെസ്, ഹല്ലേലൂയ, ദൈവമേ, അങ്ങയുടെ ഹിതമാണ് എന്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്, എന്റെ കുടുംബത്തിൽ നിറവേറേണ്ടത്. ഈ കുടുംബം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. ഇത് എന്താകണമെന്നും എങ്ങനെയാകണമെന്നും എന്താ ദൈവത്തിന്റെ പദ്ധതി എന്നും അങ്ങ് മാത്രമേ അറിയുന്നുള്ളൂ. ആമേൻ, ഇന്നെനിക്ക് താൽക്കാലിക നഷ്ടമാ, വേദനയാ, സഹിക്കാൻ കഴിയാത്ത വേദനയാ. എന്നാൽ എനിക്കൊരു വലിയ പ്രത്യാശ കർത്താവ് തന്നു. ആമേൻ, അവിടെ ചെന്നെന്റെ പൊന്നുമോനെ കാണാൻ കർത്താവ് ഭാഗ്യം തരുമെന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ ചില നഷ്ടങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ആമേൻ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. എന്നെ കേൾക്കുന്നവർക്ക് പലർക്കും ആമേൻ പല നഷ്ടങ്ങൾ നേരിട്ടുള്ളവരാ. ആമേ, പ്രിയ ജനിമാമയോ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്തദാസിയെ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ദേവദാസിയും ഈ സെയിം സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു കർത്തദാസിയ. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെയൊക്കെ ബലപ്പെടുത്തി നിർത്തിയിരിക്കുന്ന എന്തെന്ന് ചോദിച്ചാലുണ്ടല്ലോ, നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഇനിയും അല്പം കൂടെ നമുക്ക് ഓടേണ്ടതായിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് വലിയൊരു ദൗത്യമാ. അതിനകത്ത് തന്നിരിക്കുന്ന ഒരു പാക്കേജ് മാത്രമായി ഈ മക്കള്, ഭർത്താവ്, ജോലി, എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മൾ കലപ്പയ്ക്ക് കൈവച്ച ശേഷം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവരുടെ കൂട്ടത്തിലല്ല, നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ലാക്കിലേക്ക് ഈ നാളുകൾ നാം ഓടേണ്ടത് ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെയോ വേദനകളിലൂടെയോ, മക്കളുടെ നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ ജോലിയുടെ നഷ്ടമോ വാട്ടവർ മേ ബി എന്ത് തന്നെ ആയിരുന്നാലും അതിനൊക്കെയും ഹല്ലേലൂയ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്താനുള്ള ഒരു ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. കർത്താവേ, ഈ പരീക്ഷകളെ, ഈ വേദനകളെ അതിജീവിക്കുന്ന ഒരു ആത്മശക്തി ഉണ്ടല്ലോപ്പാ, അതെന്റെ മേൽ പകരണമേ. എന്നെ കുറിച്ച് അങ്ങ് എന്തോ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു പർപ്പസിലേക്ക് എന്നെ നടത്തണമേ, എന്നെ ഒരുക്കണമേ, അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ എന്നെ ഒന്ന് പണിയണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസങ്ങൾ നാം മുൻപോട്ട് പോകുന്നെങ്കിൽ കർത്താവ് ഹല്ലേലൂയ നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് നമ്മെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, ആമേൻ. ഇന്ന് നമ്മൾ നേരിടുന്ന നഷ്ടങ്ങളോ, ഇന്ന് നാം നേരിടുന്ന വേദനകളോ, അതൊക്കെയും നമ്മുടെ കണ്ണിൽ നിന്ന് എന്നേക്കുമായി നമ്മുടെ കണ്ണുനീരിനെ തുടച്ചു കളയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നാം ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിലെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, നമ്മുടെ വേദനകളെ മാറ്റുവാൻ, നമ്മുടെ നഷ്ടങ്ങളൊക്കെ നമുക്ക് ലാഭമായി മടക്കി തരുന്ന ഒരു നാളുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആ നാളിലേക്ക് നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് ഓടാം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഇത്രയും മാത്രം കർത്താവിനോട് പറയാ, കർത്താവേ, ഇതിന്റെ മധ്യത്തില് എനിക്ക് നിലനിൽക്കുവാനുള്ളൊരു കൃപ തരണമേ, ഇതിനെ ജയിക്കുവാനുള്ളൊരു അഭിഷേകം എന്റെ മേൽ പകരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിന്റെ ദാസനുണ്ടല്ലോ, ഏറ്റെടുത്ത് ശുശ്രൂഷ മുമ്പോട്ട് നയിക്കുന്നതായിരിക്കും. ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ഓർഫനേജ് ഉണ്ട്. അതുപോലെ ലെപ്രസി കോളനികളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനവും കർത്താവിന്റെ സ്നേഹവുമായി ഞങ്ങൾക്ക് കടന്നു പോകാനൊക്കെ കർത്താവ് സഹായിക്കുന്നു. ഒറീസയുടെ 30 ഡിസ്ട്രിക്റ്റുകളിലും
കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് നിർത്തുന്നു. ബാക്കിയുള്ള ജീവിതം എല്ലാം കർത്താവിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. തിരിഹിതം പോലെ നമ്മെ നടത്തുവാൻ കർത്താവ് ഹല്ലേലൂയ അവിടുന്ന് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എവരെയും ചോദിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃദാസിയെ ദൈവം ഞാന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഞാന് മലയാളിയും പുള്ളിക്കാരി ഒറിയക്കാരി എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് നന്നായിട്ട് ഒറിയ സംസാരിക്കും. നമ്മുടെ സംസാരത്തില് അകാരം കയറി വരുമ്പോൾ പുള്ളിക്കാരുടെ ഒറിയ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം വലിയ പ്രയാസമാണ്. ഒറിജിനൽ ഒറിയ സംസാരിക്കുന്നത് പോലാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളായിരുന്നു. ഷെബിമോടെ പാട്ടുകൾക്കായിട്ടും അതുപോലെ കർത്തൃദാസിയുടെ നല്ല സാക്ഷ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാന് സോഫിയാൻ്റെയോട് ചോദിക്കുന്നതുകൊണ്ട് വിഷമിക്കരുത്. കാരണം എത്ര മണിക്കാണ് ഈ മീറ്റിംഗ് നിർത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടത്തില്ല. ഒന്ന് പറയാം. 7:30 നമുക്ക് ആശീർവാദം പറഞ്ഞു നിർത്തണം. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് സ്തോത്രം. ആമേനെ. കർത്താവിന് സ്തോത്രം. ഞാന് കുമ്പനാട്ടാണ് ദൈവവചനം പഠിച്ചത്. 1992 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഞങ്ങൾക്ക് ഈ മാർഗത്തിലേക്ക് വരാൻ യാതൊരു ചാൻസും ഉള്ളവരായിരുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ പേരിന്റെ അറ്റത്ത് കിടക്കുന്ന വാല് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അത് ആൾക്കാർ ചോദിക്കുക എന്തിനാ ഈ വാല് വെച്ചേക്കുന്നത്. അപ്പം ഇവിടെ ഒറീസയിൽ ആ വാലില്ലെങ്കിൽ അവർക്ക് വാലാ വേണ്ടത്, അവർക്ക് തല വേണ്ട. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ക്രീഡാണ് ചോദിക്കുന്നത്. അവര് ഏത് ക്രീഡാണ്? പട്നായിക്ക്, നവീൻ പട്നായിക്കാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ മറ്റുള്ളവരെ ഒക്കെ അവർക്ക് തരംതിരിച്ച് അവര് വീട്ടിൽ കയറ്റത്തില്ല, വെള്ളം കൊടുക്കത്തില്ല. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇനി വീട്ടിൽ കയറ്റും, വെള്ളം തരും. അപ്പൊ എനിക്ക് സുവിശേഷം പറയാനുള്ള സമയം കിട്ടുന്നുണ്ട്, വലിയവരോടും ചെറിയവരോടും. പൗലോസ് പറഞ്ഞ പോലെ എല്ലാവരോടും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാരും കസിൻസ് ബ്രദറും ഒക്കെ മിമിക്സ് ഹരിപ്പാട്ട് നടത്തുന്ന ഒരു വലിയ ഗ്രൂപ്പായിരുന്നു. ഹരിപ്പാട്ട് അമ്പലത്തിനോട് ചേർന്ന് ഉള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ 7ാമത്തെ ഉത്സവമൊക്കെ ഞങ്ങളുടെ വീട്ടുകാരാണ് അന്ന് നടത്തുന്നതെന്ന്. ഭയങ്കര ആഢ്യത്വമുള്ളവരും വലിയ പൈസയുള്ളവരുമാണ്. അപ്പോൾ 1ാം ഉത്സവം ഇന്ന കുടുംബം, 2ാം ഉത്സവം ഇന്ന കുടുംബം, 3ാം ഉത്സവം ഇങ്ങനെയൊക്കെ പറയുന്ന കുടുംബമായിരുന്നു. പക്ഷേ ഈ വലിയവനായ ദൈവത്തെ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കുന്നത് എൻ്റെ പിതാവിന്റെ മരണത്തോടു കൂടെയാണ്. വചനം പറയൂ, നമ്മുടെ നാട്ടിൽ ഒരു ചെറിയൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചിലത് മരിക്കുമ്പോഴേ ചിലത് വളമാകത്തുള്ളത്. എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഈ വലിയ ധന്യനായ ദൈവത്തെ കാണുവാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്നു. ഇപ്പൊ എൻ്റെ ആഗ്രഹം സിനിമയിൽ കയറണം. ഞാൻ ഇച്ചിരി കറുത്തതാണെങ്കിൽ ഇച്ചിരി സുന്ദരനാണെന്നാണ് എൻ്റെ തന്നെ വിചാരം. ഒരു സിനിമയിലൊക്കെ കയറി അന്ന് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കണം, വലിയ സ്റ്റാർ ആയിട്ട് മാറണമെന്നൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ 4ാമത്തെ വയസ്സിലാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. ഞങ്ങൾ 1.5 ഏക്കർ വസ്തുവിൽ താമസിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ വളരെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് മാറി. സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്തു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ നടന്നു പോകേണ്ടതായിട്ട് വന്നു. ഇതൊന്നും അറിയാതെ ഞാനൊരു ചട്ടമ്പിയായിട്ടാണ് വളരുന്നത്. എൻ്റെ പേര് 30 വർഷത്തിന് മുമ്പ് ചട്ടമ്പി എന്നായിരുന്നു. ചട്ടമ്പി രാജേഷ് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ഞങ്ങളുടെ ചെറുപ്പം മുതൽ. എന്നെ ഒരു സ്ഥലങ്ങളിൽ പഠിപ്പിക്കത്തില്ല, ഒരു സ്കൂളിലും പഠിപ്പിക്കത്തില്ല. അമ്മ അങ്ങനെ വിഷമിച്ച് പല സ്കൂളുകളിൽ മാറി ഹരിപ്പാട്ട് എന്നെ പഠിപ്പിച്ചു.
അപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർമാർ അമ്മയെ വിളിച്ചിട്ട് പറയും, കർദിനാളമ്മ ഈ മോനെ പഠിപ്പിക്കാൻ വലിയ പ്രയാസമാണ്, ഇവിടുന്ന് കൊണ്ടുപോക്കണം പറയും. അങ്ങനെ അമ്മ കരഞ്ഞും ശബ്ദാഹം എടുത്തും കാവടി എടുപ്പിച്ചും ശബരിമലയെ വിട്ടും ഒക്കെ നോക്കി എന്റെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ എന്നെ തിരുവനന്തപുരത്തൊരു ശിശുഭവനിൽ കൊണ്ടുവന്ന് എന്നെ അവിടെ ആക്കി. ഞാനില്ലേ ഭയങ്കര വാനമ്പാടിയല്ലായിരുന്നു. എല്ലാവരും നടന്നു പോവുകയും ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സ്ഥലത്ത് കൊണ്ട് ആക്കി. അവിടുന്ന് ഒരു BHS സ്കൂൾ പേട്ടയിൽ ചെല്ലണം, നടന്നു പോകണം, ഒത്തിരി കഷ്ടപ്പാടാണ്. അവർ തരുന്ന അല്പം ഭക്ഷണം, പഠിക്കണം അവിടെ. എനിക്കാണ് പഠിക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമമാണ്. അവിടുന്ന് ഓടാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. എന്നാൽ അവിടെ എൻ്റെ കൂടെ പഠിക്കുന്ന 100 കുട്ടികൾ ഉണ്ടായിരുന്നു. അവിടെ VBS അവിടെ നടത്തുമായിരുന്നു. യേശു ലോകമെങ്ങുമുള്ള ബാലകരുടെ സ്നേഹിതൻ, ഇന്ത്യൻ, ചീനർ, ആഫ്രിക്കൻ എല്ലാ രാജ്യക്കാരെയും ഒന്നുപോലെ സ്നേഹിക്കുന്ന ഒരു യേശുദാൻ. ഈ പാട്ടുകളെല്ലാം അവിടെ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഞാനും ഈ പാട്ടുകൾ, കാരണം ഇന്നെനിക്ക് അത് പറയണമെങ്കിൽ എനിക്ക് ഒരു പുസ്തകത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല. ചെറുപ്പത്തിൽ പഠിക്കുന്നത് നമ്മുടെ ഉള്ളത്തിൽ ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നമുക്ക് പറയാൻ സാധിക്കും. അത്ഭുതവാൻ, ആശ്ചര്യവാൻ, യേശുവരൻ, അവൻ ദിനംതോറും മാധുര്യവാൻ, അവൻ എനിക്ക് യേശുവൻ സ്വന്തം, കൈവിടിൽ എന്നെ അന്ത്യത്തോളം അവന് ദിനം പ്രതി നടത്തിടുമെന്നെ. ഈ പാട്ടുകളൊക്കെ അത് വെറുതെ അവിടെ കയറിയിരിക്കുമ്പോൾ പാടും. ബൈബിൾ വായിക്കാനായിട്ട് പുതിയ നിയമം വായിക്കണം. അങ്ങനെ പുതിയ നിയമം കോയ് ടൈമിൽ വായിക്കും. VBSന്റെ സമയത്ത് VBSന് കൊണ്ടുപോകും. വലിയ അനുഗ്രഹമായിരുന്നു. എന്നാൽ 3-ാമത്തെ വർഷം ഞാൻ അവിടുത്തെ കുർസുതി കാണണം. ഞാൻ അമ്മയെ വിളിച്ചു, എനിക്കിവിടെ പഠിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് അമ്മ വന്ന് എന്നെ ഹരിപ്പാടേക്ക് കൊണ്ടുപോയായിരുന്നു. ഞാൻ 1984 തിരുവനന്തപുരത്ത് ചെല്ലുന്നത്. 85 അമ്മയോട് പറഞ്ഞു, നമ്മുടെ അടുത്തുള്ള അകംകുടി പള്ളിയിൽ, മർത്തോമ പള്ളിയിൽ പോകണം, അവിടെ ചെന്ന് ആരാധനയിൽ കൂടണമെന്നൊക്കെ അമ്മയോട് പറഞ്ഞു. അമ്മ ഞാൻ പറഞ്ഞ വാക്കുകൾ കേൾക്കുന്നത് ഒരു പ്രത്യേക പതിവാണ്. അവിടുന്ന് അമ്മ നേരെ അമ്പലത്തിലെ യാത്രയൊക്കെ നിർത്തിയിട്ട് അതെ പള്ളികളിൽ പോകാൻ തുടങ്ങി. പള്ളി എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പെന്തക്കോസ്തൽ ആരാധനയ്ക്കാ പോകുന്നത്. വീട്ടിൽ ഭയങ്കര പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ജിമിക്കിയും കമ്മലും എല്ലാം മാറ്റി, മുറുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്ന മുറുക്ക് മാറ്റി, നേരിയതും സാരി ഉടുക്കത്തില്ല, മുണ്ടും നേരിയതുമേ ഉടുക്കത്തുള്ളൂ. അതെല്ലാം മാറ്റി അമ്മയുടെ അപ്പിയറൻസ് എല്ലാം മാറിയിരിക്കുന്നു. ഒരു പ്രത്യേകത, സാരിയൊക്കെ കൊടുത്ത് നല്ല മിടുക്കിയായിട്ട് സ്നാനപ്പെട്ട് അതുപോലെ കുണുക്കൊന്നും ഇല്ല. അമ്മ പ്രാർത്ഥനയോട് പ്രാർത്ഥന തന്നെ. അപ്പൊ ഞാന് വന്നിട്ട് അപ്പൊ നാട്ടിലെ ആൾക്കാരെല്ലാം പറഞ്ഞു, നടറ ചന്ദ്രൻ വീണ്ടും തന്നെ ഇവൻ എവിടെ പോയാലും ശരിയാകത്തില്ല. പട്ടിയുടെ കുഴല് 12 കൊല്ലം വാല് കുഴലിനകത്തിട്ടാലും ഇവൻ ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള പദങ്ങളൊക്കെ കേട്ട് ഞാൻ മടുത്തു. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ ഞാനും വിചാരിച്ചത് എന്താ ഇത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താ? സ്കൂളിൽ എന്നും പ്രശ്നമാണ്. അപ്പൊ എന്നും വരും ടീച്ചർമാരോടും ഹെഡ്മാസ്റ്റർമാരോടും ക്ഷമ പറയാൻ, രക്ഷകർത്താക്കളോട് ക്ഷമ പറയാൻ. ഞാൻ അടിച്ചതിനും ഇടിച്ചതിനും ഒക്കെ വലിയ പ്രശ്നങ്ങളിൽ നിന്ന്, ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ഹരിപ്പാട്ട് വന്നു. 10ാം ക്ലാസ് ബോയ്സ് സ്കൂളിൽ പഠിച്ച് ജയിച്ച് അങ്ങനെ TKM കോളേജിലേക്ക് കയറി. അപ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ഒരു പരുവമായി, വലിയൊരു ഹീറോ പരുവമാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ. ഹീറോയും വില്ലനും ഞാൻ തന്നെയായി. ആ ഒരു ലൈഫായിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ കിട്ടി, അവരിലൂടെ മദ്യപാനം ആരംഭിച്ചു. കിട്ടുന്ന മിമിക്രി ആരംഭിച്ചു. അതിന്റെ ട്രൂപ്പിൽ പോയി കിട്ടുന്ന പൈസക്കെല്ലാം മദ്യം മേടിച്ച് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തവനെ പോലെ ജീവിക്കാൻ തുടങ്ങി. അമ്മ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ഞാനും അമ്മയും വീട്ടിൽ വലിയ പ്രശ്നമായി മാറി. അമ്മയും ഞാനും ഒത്തിരി വഴക്കിടാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, നീ ഒരു ഉപദേശിയായി മാറും, വൺ ഡേ യു വിൽ ബി എ പാസ്റ്റർ എന്നാ അമ്മ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഞാനൊരു അഭിനയ നേതാവായി മാറും. അമ്മ കണ്ടു, ഒത്തിരി കാറും ഒത്തിരി പൈസയൊക്കെ ഞാൻ കൊണ്ടുവരും ഒക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങള് ഭയങ്കരമായിട്ട് വഴക്കിടുമായിരുന്നു. എന്നാൽ അമ്മയും അമ്മയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പും ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ നാട്ടിലെങ്ങും പെന്തക്കോസ്റ്റൽ ആലയം വന്നില്ല. അവിടെ നിന്ന് നടന്ന് കുരിശുമൂടെത്തണം. കുരിശുമൂട്ടിൽ നിന്ന് പായ്പാടിന് വണ്ടി കയറണം.
അവിടെ വരെ പോകണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ പള്ളിപ്പാട്. പക്ഷെ കാരിച്ചാൽക്കാരാണ് വന്ന്, പായ്പാടുകാരാണ് വന്ന് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തിയത്. അതുകൊണ്ട് അവിടേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും എന്റെ സുഹൃത്തുക്കളും ഈ പ്രാർത്ഥനയെ എതിർക്കുവാൻ തുടങ്ങി. പാസ്റ്ററിനെ കയ്യേറ്റം ചെയ്യുവാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് മുങ്ങിക്കളഞ്ഞു. എന്നാൽ പാസ്റ്റർ, നമ്മുടെ വീട് ഒരു ചെറിയൊരു ജംഗ്ഷനിലാണ്. ഒരു റോഡ് വന്ന് രണ്ടായിട്ട് പിരിയുന്ന ആ ഒരു മൂലയ്ക്കാണ് ഞങ്ങളുടെ വീട്. അവര് പ്രാർത്ഥന നടക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ പൂവരസിലും പ്ലാവിലും ആഞ്ഞിലിയിലും ഒക്കെ വലിയ കോളാമ്പിയൊക്കെ വെച്ചിട്ട് അക്കരയ്ക്ക് യാത്രയും സിയോൻ സഞ്ചാരി എന്നുള്ള അന്നത്തെ പാട്ടുകളൊക്കെ വെച്ച് ശക്തമായ പാട്ടുകളാണ് പാടുന്നത്. ആ ദേശത്ത് ഒരു പെന്തക്കോസ്ത് പാട്ട് കേൾക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടമല്ല. കാരണം എല്ലാ വീട്ടിലും കാടും, എല്ലാ വീട്ടിലും കുരിയാനയുമാണ്, എല്ലാ വീട്ടിലും പ്രേയറാണ്. സർപ്പത്തെ വെച്ചാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും സർപ്പത്തിന്റെ അടിമകളാണ്. എല്ലാവരും മണ്ണാർശാലി പോകുന്നവരാണ്. ഞങ്ങളും അതുപോലെ ആയിരുന്നു. എനിക്ക് അമ്മയ്ക്കും അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളില്ലാഞ്ഞിട്ട് അനേക വർഷങ്ങൾ ഈ അമ്പലത്തിൽ പോയി അവിടെ വെച്ച് നേർന്നതാണ് എന്റെ. അപ്പൊ അങ്ങനെ നേർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മ പേരിട്ടത് നാഗേഷ് എന്നാണ്. പക്ഷെ എന്റെ അച്ഛന് സിനിമാ നടന്മാരിൽ ഏറ്റവും ഇഷ്ടം രാജേഷ് ഖന്നയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് രാജേഷ് ഖന്ന എന്ന് പേരിടുന്നത്. അപ്പന് സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പൻ അതിന്റെ മാനേജറായിരുന്നു. അപ്പൻ ഒത്തിരി കാര്യങ്ങൾ അപ്പൻ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൻ ഒരു എന്താ പറയുന്നത് എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. അവിടെ വെച്ച് ഒരു നല്ല ശീലവും ഒരു കൊള്ളാത്ത ശീലവും എന്റെ പിതാവിനുണ്ടായി. നല്ല ശീലം, അദ്ദേഹം ഇംഗ്ലീഷ് പ്രാസംഗികരായിരുന്നു, ക്ലാസിക്കൽ പ്രാസംഗികരായിരുന്നു ആ ദേശത്തെ. ആ ഹരിപ്പാട്ടെ ഇംഗ്ലീഷ് അന്നത്തെ ഹിന്ദു പത്രമാണോ ചെന്നൈയിൽ നിന്ന് കൊല്ലത്ത് വരും. കൊല്ലത്ത് നിന്ന് ഞങ്ങളുടെ വീട്ടിലാണ് ആദ്യം ഇംഗ്ലീഷ് പത്രം എത്തുന്നത്. അത് വായിക്കാനായിട്ടും അച്ഛനിരിക്കും, ആൾക്കാരെല്ലാം വന്ന് ആ വായന കേൾക്കുവാൻ. അങ്ങനെ നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു പിതാവായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ശീലം എന്ന് പറഞ്ഞ ദുശീലമായിരുന്നു. അങ്ങനെ മദ്യപാനിയായി മാറി. മദ്യപിച്ച് അദ്ദേഹം വലിയൊരു എന്താ പറയുന്നത് പാർട്ടിയുടെ ഒരു വലിയ ആളായിരുന്നു. ഹരിപ്പാട്ടെ അവിടെ ഹരിപ്പാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പാർട്ടി ഓഫീസിന് സ്ഥലം കൊടുത്തത് എന്റെ പിതാവാണ്. ഇത് അതിന് കോടികളാണ് വില. അപ്പോൾ അച്ഛന് ഭയങ്കര ബഹുമാനമായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ ജോലി കൊടുക്കും. അച്ഛൻ പറഞ്ഞാൽ ഇന്ന കത്തുമായിട്ട് പോയി കഴിഞ്ഞാൽ അന്ന് ജോലി കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു വലിയ മനുഷ്യനായിരുന്നു. പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് അച്ഛൻ ഇഷ്ടം പോലെ മദ്യം കൊടുക്കുമായിരുന്നു. മദ്യം കുടിച്ച് അപ്പന്റെ വയറ് ചെറുകുടലും വൻകുടലും കരളും എല്ലാം നശിക്കുവാനിടയായിട്ട്. അങ്ങനെ എന്റെ 4ാമത്തെ വയസ്സിലാണ് എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ദൈവത്തിന്റെ പ്ലാനാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് ഒരിക്കലും കടന്നു വരുവാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ തലമുറയ്ക്കൊന്നും സാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ സാധിച്ചു. ദൈവത്തിന് ഒരാളെ കാണണമെന്ന്, എഫ്രൈം എന്റെ പ്രിയപുത്രൻ എന്ന് പറയണമെങ്കിൽ, നിന്നെ ഞാൻ സ്നേഹിച്ചു എന്ന് പറയണമെങ്കിൽ, നിന്നോട് ഞാൻ ദോഷമായിട്ട് അല്ലെങ്കിൽ അമർശമായിട്ട് സംസാരിച്ചോ എന്ന് പറഞ്ഞെങ്കിലും എഫ്രൈമിനെ കുറിച്ച് വലിയ സ്നേഹമുള്ള ഒരു ദൈവം, ഓമന പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ആ വിളി എന്റെ ജീവിതത്തിലും അതേ അനുഭവിപ്പാൻ എനിക്കിടയായി. എന്റെ കർത്താവ് ദാസി പറഞ്ഞതുപോലെ എന്റെ ബാല്യകാലം വളരെ വിഷമതകളും കഷ്ടതകളും വളരെ മരണങ്ങളും നിറഞ്ഞതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ പിതാവ് മരിച്ചെന്നെയും കൊണ്ട് എന്റെ അന്ന് അച്ഛന്മാര് താമസിക്കുന്ന തോട്ടപ്പള്ളി, അതേ സ്പിൽവയുടെ അടുത്തുള്ള ആ നദിയുടെ തീരത്താണ് അവർ താമസിക്കുന്നത്. ഞങ്ങളെല്ലാവരും അവരെല്ലാം കിടന്നുറങ്ങുമ്പോൾ ഞാൻ പതുക്കെ 4 വയസ്സുകാരൻ ഇറങ്ങി ഈ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ കർത്താവിന്റെ ദാസന്മാരെ, പ്രൈസലോട് ഹല്ലേലൂയ, വെള്ളത്തിലേക്ക് പോയ എന്നെ അവിടെ ഈ ഒരൊറ്റ ഹിന്ദു കുടുംബം മാത്രമേ ഉള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും അങ്ങോട്ട് മുഴുവൻ ആ കര മുഴുവൻ കാത്തലിക്സിന്റെ വീടുകളാണ്. തോട്ടപ്പള്ളി പുറക്കാട് ഭാഗങ്ങൾ മുഴുവനും. ഞങ്ങളുടെ വീടിന്റെ അയൽക്കാരിയായ ഒരു പൊന്നമ്മാമയുണ്ടായിരുന്നു. അമ്മാമ പെന്തക്കോസ്തുകാരിയാണ്, അന്ന് കാത്തലിക്സ് ആയിരുന്നു. അമ്മാമ കിടന്നുറങ്ങുമ്പോൾ അമ്മാമയോട് പറയുന്നു, പൊന്നമേ നീ എഴുന്നേറ്റ് കടവിൽ പോയി എന്താ പറയുന്നത് തുണി കഴുകുക, എഴുന്നേക്കെന്ന് പറഞ്ഞ അമ്മാമയെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അമ്മാമ കടവിലിരുന്ന് തുണി കുത്തുമ്പോൾ ഞാൻ ആ കൈതയുടെ ആ ഭാഗത്തൊരു ചുഴലിയിൽ പെട്ടിട്ട്
ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അമ്മാമ്മ എന്നെ കാണുന്നു. ഈ 4 വയസ്സുകാരനെ ആ അമ്മാമ്മ ചാടി ഇറങ്ങി രക്ഷിച്ച ആൾക്കാരെ എല്ലാത്തിനെയും വിളിച്ച് ആ നദിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് രക്ഷിക്കുന്ന കാര്യത്തില് നമ്മുടെ ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് ചില പദ്ധതികള്, ചില പ്ലാനുകളുണ്ട്. അങ്ങനെ പല മരണങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും എന്നെ ഒരു അത്ഭുത വിഷയമാക്കി ആ ദേശത്ത് ദൈവം നിർത്തി. ദൈവത്തിന് സ്തോത്രം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് ചിലവിനൊന്നുമില്ല. അമ്മ വളരെ കഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഒരു ചെറിയ 2-3 വയലുണ്ടായിരുന്നു. ആ വയലിലാണ് അമ്മ കഷ്ടപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അമ്മ ഇല്ലാത്ത സമയം നോക്കി ഞാനും എന്റെ സുഹൃത്തുക്കളും പെട്ടെന്ന് ഞാനത് തെങ്ങയിൽ തെങ്ങ കയറും. സുഹൃത്തുക്കളെ അവിടെ എല്ലാം നോക്കി നിർത്തും, അമ്മ വരുന്നുണ്ടോ നോക്കാൻ. കാരണം സിനിമ കാണാൻ പൈസ ഇല്ല, തേങ്ങ ഇടണം. അങ്ങനെ തേങ്ങ ഇടാൻ വലിയൊരു തെങ്ങിന്റെ മുകളിൽ കയറി പഴുത്ത മണലെ കയറി പിടിച്ച് താഴോട്ട് വീണു. ദൈവത്തിന് സ്തോത്രം. ബോധം കെട്ട് താഴെ വീണു. മരിച്ചു എന്ന് കാർത്തിപ്പള്ളി താലൂക്ക് മുഴുവനും പരന്നു കഴിഞ്ഞു. എന്റെ ബോഡിയും എടുത്തുകൊണ്ട് ഹരിപ്പാട്ടിൽ ചെന്നു. ഹരിപ്പാട്ടുനിന്ന് നേരെ ആലപ്പുഴ ചെന്നു. ആലപ്പുഴ പോയിട്ടും എന്റെ അമ്മ എന്നെ കാണാൻ വരുന്നില്ല. ആ ആർച്ചിന്റെ അവിടെ നിന്നിട്ട് എന്റെ അമ്മ തിരിച്ചുപോയി. എന്റെ അമ്മാച്ചനും എന്റെ അമ്മാവനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മാച്ചൻ ചോദിച്ചു, നിന്റെ അമ്മ എന്തൊരു അമ്മയാടാ? ഇങ്ങനൊരു അമ്മമാരെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയ്ക്ക് ഹാർഡാണോ നിന്റെ അമ്മയെന്ന്? പക്ഷെ എന്റെ അമ്മ ഹാർഡായിട്ടല്ല, എന്റെ അമ്മയോട് ഒരു അഭിഷക്തൻ ഒരു മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു, ദൈവദാസിയെ, നിന്റെ മകൻ ഒരു അഭിഷക്തനായി മാറും, ഒരു ദൈവദാസനായി മാറും. അവനെ നാഷണൽ പെർമിറ്റ് വണ്ടി വന്ന് അവന്റെ മുകളിൽ കയറിയാലും അവൻ മരിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ദൂത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ദൂത് വീണെങ്കിൽ തീർച്ചയായിട്ടും മരണത്തെ തൊടാൻ പറ്റത്തില്ല, മരണത്തിന് തൊടാൻ സാധിക്കയില്ല. ആ ഒരു സമയം പ്രതിജ്ഞയുമായിട്ട് ആ ഒരു വാഗ്ദത്തത്തിന്റെ പുത്രനാണ് ഇന്ന് നിങ്ങളുടെ മധ്യത്തില് ധൈര്യത്തോടെ ഈ വചനവും ഈ സാക്ഷ്യം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മരണങ്ങൾ പലത് വന്നിട്ടും തൊടാത്ത എന്നെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ TKM കോളേജിൽ പഠിക്കുകയാണ്. അവിടുത്തെ വലിയ ഗ്യാങ് ലീഡറിന്റെ ഒരു ഗ്യാങ് ലീഡറാണ്. എന്റെ പേര് പറഞ്ഞ സാറന്മാർക്കും പേടിയാ, അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും പേടിയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചെല്ലുന്ന ദിവസം കോളേജിൽ അനിശ്ചിതകാലത്തേക്ക് വലിയ അടിയും അക്രമങ്ങളുമാ നടക്കുന്നത്. എന്നെ ഭയങ്കര പേടിയായി, നാട്ടിലും പേടിയായി. എവിടെ പോയാലും എന്റെ പേര് നശിക്കാൻ തുടങ്ങി കുറെ നാളുകളായിട്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്റെ അമ്മ ആ പേരിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഉപവസിക്കുവാൻ തുടങ്ങി. എന്റെ ആ പേരിനെ, എന്റെ ആ വ്യക്തിത്വത്തെ തിരിച്ചു പിടിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സംഭവിച്ചെന്താണെന്നറിയാമോ? ഡോക്ടർ മുരളീധരൻ എന്ന് പറഞ്ഞ ആ അഭിഷക്തൻ ICPF-ന്റെ മീറ്റിംഗുമായി TKM പ്രദേശത്ത് എന്നെ തേടി വന്നു. ഹല്ലേലൂയ. ചിഹ്നത്തിലക്കാരി ബീന എന്ന് പറഞ്ഞ സിസ്റ്റർ, ഡിഗ്രിക്ക് പഠിക്കുന്ന സിസ്റ്റർ കടന്നു വന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തു, ദയവായിട്ട് ഈ മീറ്റിംഗിൽ കടന്നു വരാമോന്ന്. മനസ്സോടെ അവിടെ കടന്നുപോയി. അന്നത്തെ മീറ്റിംഗിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ആ വചനം എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി പെനിട്രേറ്റ് ചെയ്യുവാൻ തുടങ്ങി. That hallelujah word of God came to my heart and that was an infallible word of God. Hallelujah, praise the Lord. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ മീറ്റിംഗിൽ ഞാൻ കരഞ്ഞ് യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു. അത് 1992. ഹല്ലേലൂയ. അതിനുശേഷം എന്റെ ജീവിതം പെട്ടെന്നാണ് മാറുവാനിടയായി തീർന്നത്. സിഗരറ്റിനോടും മദ്യത്തോടും സിനിമയോടും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മിമിക്രി പരേഡിനോടും വിട പറയുവാനിടയായി തീർന്നു. അടുത്തൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. 1990 IPCയുടെ ഹെബ്രോൺ ഹരിപ്പാട് ഒരു സഭ സ്ഥാപിച്ചു. കൊല്ലത്ത് നിന്ന് വന്ന ഒരു അഭിഷക്തൻ എന്നെ തേടി ഒത്തിരി കഷ്ടപ്പെട്ടു. സൈക്കിളിൽ എന്നോട് സുവിശേഷം പറയാനുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ ഞാൻ വീടിന്റെ പുറകിൽ കൂടെ ഇറങ്ങി ഓടിക്കളയും. കാരണം ഇവരെന്നെ പെന്തക്കോസ്തുകാരാക്കുമെന്ന് വിചാരിച്ച്. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. അങ്ങനെ ഓടിയ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു കുഞ്ഞാടിനെ പോലെ ഇരുന്നു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ വചനങ്ങളെല്ലാം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. എന്നെ അന്നു മുതൽ അദ്ദേഹം വിടാതെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് എല്ലാ മീറ്റിങ്ങുകളിലും കൊണ്ടുപോയി. ഇങ്ങനെ എല്ലാ തെരുവുകളിലും കൊണ്ട് നിർത്തി എന്നെ സാക്ഷ്യം പറയിപ്പിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു സൈക്കിൾ, അദ്ദേഹത്തിന്റെ പഴയ സൈക്കിൾ എനിക്ക് തന്ന് അദ്ദേഹത്തിന്റെ കൂടെ
കൂടെ ഒരു സുവിശേഷ വക്താവായി മാറുവാൻ അദ്ദേഹത്തിനെ ട്രെയിൻ ചെയ്തെടുത്തു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് നടത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ദർശനം കാണുവാനിടയായി തീർന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ഹല്ലേലൂയ. പുളകം കൊള്ളിച്ചു പോയി. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ക്രൂരമായ പാപ ദർശനങ്ങളും പാപ സ്വപ്നങ്ങളും ജീവിതത്തിൽ കണ്ടുകൊണ്ടിരുന്ന എന്റെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിച്ചു. ഹല്ലേലൂയ. കോടാനു കോടി ദൂതന്മാരും കർത്താവും കാഹളവും എന്നെ കാണിച്ച് തന്റെ പുത്രനാക്കി എന്നെ മാറ്റി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇതെന്തൊരു സ്വപ്നം. യാക്കോബ് പറഞ്ഞതുപോലെ ഇതെന്തൊരു സ്വപ്നം. ഇങ്ങനെയും സ്വപ്നമുണ്ടോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ദൈവം എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞൊരു സ്വപ്നം കണ്ടു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ എം ഇ വർഗീസ് അപ്പച്ചനാണ്. IPC ഈസ്റ്റ് സെന്ററിന്റെ ഡിസ്ട്രിക്ട് പാസ്റ്ററും ഏറ്റവും പെന്തക്കോസ്ത് പിതാമഹന്മാരിൽ ഏറ്റവും കൂടുതൽ ദീർഘായുസോടിരുന്ന ഒരു ദൈവദാസനാണ്. കാരിച്ച ആറ്റിൽ എന്നെ സ്നാനപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? കർത്താവിന്റെ ദാസനോട് കൂടെ വിത്ത് വിതയ്ക്കുന്ന ഒരു സ്വപ്നം. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ അപ്പച്ചന്റെ അടുക്ക് ചെന്ന് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. അപ്പച്ചൻ പറഞ്ഞു, കൊമ്പനാട്ട് പോകാൻ റെഡി ആയിക്കൊള്ളുക, കർത്താവ് നിന്നെ വിളിച്ചിരിക്കുകയാണ് കർത്താവിന്റെ വേലയ്ക്ക്. എങ്കിലും എനിക്കൊരു ധൈര്യക്കുറവ്. ദൈവം എന്നെ വിളിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം നമ്മുടെ മാങ്ങാരൻ ജോസഫ് എന്ന് പറഞ്ഞ ആ കോട്ടയംകാരൻ അഭിഷക്തൻ അന്ന് ചെന്നിത്തല IPCയിൽ കടന്നു വന്നു. രാത്രി യോഗം നടത്തുന്നത് പറഞ്ഞു. അഭിഷേകം പ്രാപിക്കാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കേട്ടോ. ഞാൻ അവിടെ ചെന്ന് ദൈവസന്നിധിയില് പ്രൈസലോട് മുട്ടിൽമേൽ ഇരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏറ്റവും പുറകിലാണ് ഞാൻ ഇരുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അഭിഷേകം തന്നാൽ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോയിക്കൊള്ളുക എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് പ്രാർത്ഥിച്ചു തീർന്നതും മാങ്ങാരൻ ജോസഫ് പാസ്റ്റർ ഓടി വന്ന് എന്റെ തലയിൽ കൈവച്ചതോ ഒരു വലിയ ട്രാൻസ്ഫോമറുടെ ശക്തി എന്നെ തൊട്ടതുപോലെ ആയിരുന്നു. ഹല്ലേലൂയ. അന്യഭാഷ അടയാളത്തോടു കൂടെ എന്നെ അഭിഷേകം ചെയ്ത് തന്റെ മകനാക്കി മാറ്റി. എങ്കിലും വീണ്ടും എനിക്കൊരു സംശയം, വിളി എനിക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് വീണ്ടും ഞാൻ ലേറ്റാക്കി. അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ആമവാദം എന്ന് പറഞ്ഞൊരു പ്രൈസോട് തളർച്ചയുള്ള ഒരു രോഗം വന്നത്. ഒരാഴ്ച കട്ടിലിൽ കിടന്ന അമ്മ എഴുന്നേൽക്കാതെ വന്നപ്പോൾ അന്ന് ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. വണ്ടിയൊന്നും നമ്മുടെ ആ ഭാഗത്ത് അപ്പൻകുട്ടനാടാണ്. ഞങ്ങൾ ഹരിപ്പാട്, കരുത്തിപ്പള്ളി ഹരിപ്പാട് സ്ഥലമാണ് എന്റെ സ്വദേശം. അവിടേക്ക് വണ്ടിയൊന്നും വരികയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇട്ടു, കർത്താവേ, ഇത് അവസാനത്തെ കണ്ടീഷനാണ്. എൻ്റെ അമ്മയെ സൗഖ്യമാക്കിയാൽ ഈ സൗഖ്യദായകനായ ദൈവത്തെ കുറിച്ച് ഞാൻ പറയാം, അങ്ങയുടെ വചനം പഠിക്കാൻ പോയിക്കൊള്ളാം. ഇത് പ്രാർത്ഥിച്ച അന്ന് രാത്രിയില് ഞങ്ങളുടെ ഭവനത്തിനകത്ത് വലിയൊരു വെളിച്ചമുണ്ടായി. ആ വെളിച്ചത്തിലെ ഒരു ശബ്ദം കേട്ടു, മകളെ എഴുന്നേൽക്ക, നീ സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ആ ശബ്ദം കേട്ട എൻ്റെ അമ്മ എഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഞാനെ കണ്ണു മിഴിച്ച് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. ഇങ്ങനെയും ഒരു ദൈവം നമുക്കുണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്ത് ഇറങ്ങുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന് എന്റെ ജീവിതത്തിൽ ദൈവം തെളിയിച്ച ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കുമരാട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. 1993 അവിടെ ജോയിൻ ചെയ്തു. 3 വർഷം ദൈവവചനം പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ കഷ്ടപ്പാടായിരുന്നു ആദ്യത്തെ മാസങ്ങൾ. എങ്ങനെ ഇത് പൂർത്തീകരിക്കുമെന്ന് അറിയത്തില്ല. മാസം ഫീസ് കൊടുക്കണമായിരുന്നു. ഭക്ഷണം വേണം. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് പോകുന്ന നമുക്ക് ആരും സഹായമില്ല. എന്നാൽ ഒരു കാര്യം അറിയാം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴി തുറക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ കുമ്പനാട്ടെ സ്പെഷ്യൽ സ്റ്റാഫായിട്ട് എന്നെയും കർത്താവിന്റെ ദാസൻ പവർ മിഷനില് അതിശയകരമായി അത്ഭുതകരമായി ദൈവവചനം സംസാരിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. ഞങ്ങൾ രണ്ടിനെയും അവിടുത്തെ സ്റ്റാഫാക്കി എടുത്തു. ഹല്ലേലൂയ. ഇങ്ങോട്ട് പൈസ തന്നു. ഹല്ലേലൂയ. ഫറവോന്റെ പ്രൈസലോട് കുടുംബം മോശയുടെ അമ്മയ്ക്ക് പാല് കൊടുക്കുന്നതിന് പൈസ കൊടുത്തതുപോലെ ഹെബ്രോൻ കുടുംബം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ തന്ന് ഞങ്ങൾ വളർത്തുവാനിടയായി തീർന്നു. അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മാസം ശമ്പളം തരുവാനിടയായി തീർന്നു. പഠിക്കുവാനിടയായി തീർന്നു. എല്ലാവിധ
ആവശ്യമാകുന്ന സൗകര്യങ്ങളും അവിടെ ഒരുക്കി തന്നു. സ്പെഷ്യൽ റൂം തന്നു. ആമേൻ, ഹല്ലേലൂയ. ഡോർമിറ്ററികളിലല്ല ഞങ്ങൾ പഠിച്ചത്, ഞങ്ങൾ സ്പെഷ്യൽ റൂം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വത്സച്ചാന്റെയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി എസ് എബ്രഹാമിന്റെ കൂടെയും ആമേൻ, അവരുടെ വലിയ വലിയ ദൈവദാസന്മാരുടെ കൂടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളെ അവർ വളർത്തിക്കൊണ്ടു വന്നു. ഹല്ലേലൂയ. അപ്പോഴും എന്റെ ഹൃദയം എന്താ പറഞ്ഞത്, ഞങ്ങള് കോഴഞ്ചേരി സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്റർ ഞാനും ഷാജി എം പോൾ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനും. അപ്പോൾ ഞങ്ങള് മേപ്ര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മേപ്ര. ആ മേപ്രയിൽ 21 ദിവസത്തെ ഒരു IPC സഭയിൽ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കും. ഞാൻ ഹെബ്രോനിലെ മമ്മിയോട് പറഞ്ഞു, ഞങ്ങൾ മമ്മി എന്നും പപ്പയെന്നുമാണ് പാസ്റ്റർ ടി എസ് എബ്രഹാമിനെ മേരി എബ്രഹാമിനെ വിളിക്കുന്നത്. ഏറ്റവും അടുത്ത ആൾക്കാരായതുകൊണ്ട് ഏറ്റവും അടുത്ത ആൾക്കാര് അദ്ദേഹത്തെ കുഞ്ചായനാണ് വിളിക്കുന്നത് സ്നേഹത്തോടെ. അപ്പൊ ഞാൻ കുഞ്ചായനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് അവിടുത്തെ മീറ്റിംഗിൽ പോകണം, സംബന്ധിക്കണം. അപ്പൊ അവിടെ ക്യാപ്റ്റൻ ഷമുവേൽ എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യയെ അത്ഭുതകരമായ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ അനേകരെ നേടിയ ആ മിഷണറി വര്യനാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്നോട് കുഞ്ചാൻ പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മമ്മിക്ക് ഇഷ്ടമില്ലായിരുന്നു, മമ്മി വിടത്തില്ലായിരുന്നു. എന്നാലും പപ്പയുടെ സമ്മതത്തോടു കൂടെ ഞാൻ പോയി. അവിടെ ചെന്ന് 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോഴാണ് നോർത്ത് ഇന്ത്യയെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ എനിക്ക് ലഭിക്കുന്നത്. എന്താണെന്നറിയാമോ, കുമ്പനാട്ട് അല്ലെങ്കിൽ തിരുവല്ല കോഴഞ്ചേരിയിലെ ഒരു ചെറിയ കരിയില പൊക്കിയാൽ ആ കരിയിലയുടെ അടിയിൽ 25 പാസ്റ്റർമാരുണ്ട്. നോക്കണം, അങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ കിലോമീറ്ററുകൾ മൈലുകൾ താണ്ടിയാലും ഒരു ചർച്ച് പോലും കാണാനില്ലാത്ത സ്ഥലങ്ങളാണ് നോർത്ത് ഇന്ത്യ. നമുക്കറിയാം, നമ്മുടെ ഫിലോ ആന്റി ഇരിപ്പോണ്ട് ആന്റിയോട് ചോദിച്ചാൽ പ്രൈസലോട് ആന്റിയോട് സാക്ഷ്യം കേട്ടാൽ നമുക്കറിയാം. ആന്റി പറയും പ്രൈസ് ഗോഡ്. അപ്പൊ എത്ര ചർച്ചുകൾ നമ്മൾ പോകുന്നിടത്തുണ്ടെന്ന് ഒരിക്കലുമില്ല നോർത്ത് ഇന്ത്യയില്. അങ്ങനെ ആ ഒരു വാക്കുകൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, പട്ടിണി, ദാരിദ്ര്യം, ഇതൊക്കെ എന്റെ ഹൃദയത്തിലേക്ക് കയറി വന്ന് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു, എനിക്കും പട്ടിണി കിടക്കണം, കാരണം എനിക്കും കഷ്ടത അനുഭവിക്കണം, എനിക്കും വേദന അനുഭവിക്കണം. പ്രൈസലോട്. കുമ്പനാട്ടിൽ നിന്നാ പണക്കാരനാകാം. പ്രൈസലോട്. കോഴഞ്ചേരി സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് കുമ്പനാട് സെന്ററിന്റെ പാസ്റ്റർമാരായി എനിക്ക് കർത്താവിന്റെ ദാസന് മാറാം. പക്ഷെ ഞാന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആര് കൊണ്ടുപോകും, എങ്ങനെ കൊണ്ടുപോകും, എവിടെ കൊണ്ടുപോകും, അതൊക്കെ ദൈവം ഒരുക്കിക്കോളും. നമ്മൾ തീരുമാനം എടുത്താൽ മതി. തീരുമാനത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ച ബാബു പി ജോൺ എന്ന് പറഞ്ഞ ഒരു കർത്താവിന്റെ ദാസനുണ്ട്. അവർ ഗൾഫിലായിരുന്നു ജോലി ചെയ്തത്. ജോലി രാജിവെച്ച് കുമ്പനാട് എന്റെ കൂടെ അവസാനത്തെ വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഭാര്യയുടെ ജ്യേഷ്ഠത്തെ വിവാഹം കഴിച്ച ആളാണ് സാജു മാത്യു എന്ന് നമ്മളെല്ലാവരും ഓമന സ്നേഹ പേരോടുകൂടെ വിളിക്കുന്ന സായിച്ചാൻ. അപ്പോ സായിച്ചാനുമായിട്ട് എനിക്ക് ഈ കോണ്ടാക്ട് ഒരുക്കി തന്നത് അദ്ദേഹമാണ്. അപ്പൊ ഞാനങ്ങനെ സായിച്ചാന്റെ വീട്ടിൽ പോയി. സായിച്ചാന്റെ വീട്ടിൽ ചെന്നു. അവരുടെ ഒരു ശിഷ്യത്വമുണ്ട്. ആ ശിഷ്യത്വത്തിന്റെ ക്ലാസ് എടുത്തു. ആ ശിഷ്യത്വത്തിന്റെ ക്ലാസ്സിൽ പറയുന്നത് എങ്ങനെങ്കിലും കർത്താവിന് വേണ്ടി നമ്മൾ നമ്മുടെ പ്രശസ്തിയെ നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ പ്രശസ്തിയിലേക്ക് കർത്താവിനെ പ്രശസ്തിയാക്കണം. ഇതാണ് അവര് പറഞ്ഞ ആ ക്ലാസ്. അതെന്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ഞാൻ എന്റെ ജീവിതത്തെ തന്നെ സമർപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ക്ലാസ്സിന് കുമ്പനാട്ടിൽ നിന്ന് പോയി വണ്ടിയിൽ പോയി അറ്റൻഡ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പാസ്റ്റർ ടി എസ് എബ്രഹാമിനോടും പാസ്റ്റർ പ്രൈസലോട് വത്സൻ എബ്രഹാമിനോടും അനുവാദം ചോദിച്ചു. ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പൊക്കോട്ടെ. അവരെന്നോട് പറഞ്ഞു, എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണം, അതുപോലെ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യണം. അപ്പൊ അവർ പറഞ്ഞു, നോർത്ത് ഇന്ത്യ വളരെ കഷ്ടമാണ്, രാജേഷിനെ പോലെ ഉള്ളവരെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ പപ്പ എനിക്ക് കഷ്ടപ്പെടണം, എനിക്ക് കുറച്ചുകൂടെ പട്ടിണി വേണം. അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്നാ വിഡ്ഢിത്തരമായി പറയുന്നേ? കാരണം അവർക്ക് എന്നെ വലിയ സ്നേഹമായി, എന്നോട് ജീവനായിരുന്നു അവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പോണം പപ്പ, അതുകൊണ്ട് എന്നെ നിങ്ങൾ അയക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മനസ്സില്ല മനസ്സോടെ ഹെബ്രോനിൽ നിന്ന് എന്നെ പ്രാർത്ഥിച്ച് കുറിയന്നൂരിലേക്ക് എന്നെ അയക്കുവാനായിട്ടിടയായിട്ടു. അപ്പോൾ 10 പേരാണ് അന്ന് മിഷണറിമാരായിട്ട് പോകുന്നത്. 9 പേരുടെ ടിക്കറ്റേ എടുത്തിട്ടുള്ളൂ. 10ാമതായ എന്റെ ടിക്കറ്റ് എടുത്തിട്ടില്ല. കാരണം അവർക്ക് വിശ്വാസമില്ല
ഞാൻ ഹെബ്രോനിൽ നിന്ന് എന്നെ വിടുമെന്ന് അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ഞാൻ അവിടെ പെട്ടിയുമായിട്ട് ചെന്നപ്പോൾ സായിച്ചാനും ജസ്സിമാമയൊക്കെ ഭയങ്കരമായിട്ട് ദൈവത്തിൽ സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കറണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോയത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കുവാൻ സാധിക്കും. കർത്താവിന്റെ ദാസി എനിക്ക് മുൻപേ വളരെ തീഷ്ണമായ രീതിയിൽ തന്റെ സാക്ഷ്യം നമുക്ക് കൈമാറുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തോട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചു. ഞാൻ വീണ്ടും വിശാഖപട്ടണം COTR കടന്നു വന്ന് ദൈവവചനം പഠിച്ചു. വളരെ കഷ്ടത്തിലൂടെയാണ് ദൈവവചനം പഠിച്ചത്. പക്ഷെ ദൈവം അവിടെയും എന്നെ സഹായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നുള്ള പ്രാർത്ഥന എന്നറിയാം. എന്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യമായ രാജ്യത്തിലേക്ക് എന്നെ അയക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ചിലർക്കൊക്കെ വീട്ടിത്തരമായി തോന്നി. ഹെബ്രോൻ കുമ്പനാട് ബൈബിൾ സെമിനാരിയിലും COTR ബൈബിൾ കോളേജിലും പഠിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഹല്ലേലൂയ. അത് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശമുള്ളത് കൊണ്ടാ, ദൈവത്തിന് നമ്മളെ കുറിച്ച് പ്ലാൻ ഉള്ളത് കൊണ്ടാ. ഞാൻ ഇവിടെ വന്നു. ജിജി എന്റെ ഭാര്യ സഹോദരി പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള ഏതായാലും പുള്ളിക്കാരി വിവാഹം കഴിച്ചു. പട്ടിണി കിടത്താൻ പാടില്ലല്ലോ. അനേക പട്ടിണികളിലൂടെ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രഹാംശേഷന്റെ അദ്ദേഹത്തിന്റെ മക്കളുടെയും മരണം. അതെന്നെ പിടിച്ച് കുലുക്കി. ഞങ്ങൾ ആന്ധ്ര ബോർഡറും അവര് വെസ്റ്റ് ബംഗാളിന്റെ ബോർഡറുമാണ്. വളരെ ദൂരമുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്ത് അവിടെ ചെന്ന് ആന്റിയെ കണ്ടു. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഭക്തയായ സ്ത്രീ ഞങ്ങളുടെ മുമ്പിൽ പ്രിയ പിതാവും പ്രിയ ഭർത്താവും പ്രിയ മക്കളും മരിച്ചിട്ട്, ദൈവത്തിന് സ്തോത്രം, ഇന്ത്യ ടുഡേയോടും ഫ്രണ്ട് ലൈനോടും ദ വീക്ക് എന്ന് പറഞ്ഞ ആ പ്രശസ്തമായ ന്യൂസ് വീക്കിലിയോടും ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ബോൾഡായിട്ട് ശക്തിയായി സംസാരിക്കുന്ന ആന്റി, ദൈവത്തിന് സ്തോത്രം, സംഭവിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. ഞങ്ങളുടെ ഇന്റർവ്യൂവിന്റെ മുമ്പിൽ ഞങ്ങൾ പാടിയ പാട്ടിൽ ആറ്റി കരയുവാൻ തുടങ്ങി. തന്റെ കണ്ണിലൂടെ ധാരധാരയായി പേർ വിളിക്കും നേരം കാണുവൻ പേര് എന്നുള്ള ഒറിയ പാട്ട് ഞങ്ങള് പാടി. ഹല്ലേലൂയ. കർത്താവിന്റെ ട്രംപറ്റിന്റെ വിളി കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ ആന്റി ധാരധാരയായി കരഞ്ഞത്, ആ കരച്ചിൽ എന്റെ ഹൃദയത്തിലേക്കാണ് ഊർന്നിറങ്ങിയത്. ഹല്ലേലൂയ. എന്നോട് തിരിച്ച് കുമ്പനാട്ടേക്ക് കഷ്ടപ്പാടും പട്ടിണിയും വാടക കൊടുക്കാൻ പൈസയില്ല പരിവട്ടമായിട്ടിരിക്കുന്ന എന്നോട് ദൈവാത്മാവ് ചോദിച്ചു, ശീമോന്റെ മകനായ പത്രോസേ, നീ മേൽ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുവോ? കുമ്പനാടിനേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? പദവിയേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? പൈസയേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? കണ്ടോ ഇവരെ ഓസ്ട്രേലിയയിലെ അമ്പരചുംബികളായ സ്ഥലങ്ങൾ വിട്ടയച്ച് ഈ കാട്ടിനകത്ത് ഈ കുഗ്രാമത്തിൽ കുഷ്ഠരോഗികളുടെ ക്രൈസ്തലോട് മുറിവുകളെ കെട്ടി വ്രണങ്ങളെ കെട്ടി അവനെ ആശ്വസിപ്പിച്ച് അവർക്ക് നടക്കാനുള്ള ചെരുപ്പ് വലിയ വലിയ ടയർ മേടിച്ചുകൊണ്ട് വന്ന് വെട്ടി അവർക്ക് ഇട്ടുകൊടുത്ത് അവരെ മനുഷ്യരാക്കി മാറ്റിയ ഈ ദൈവഭക്തനെ പോലെ നിനക്ക് എനിക്ക് വേണ്ടി ഒരിക്കൽ ജീവിക്കുവാൻ സാധിക്കുമോ എന്ന് കർത്താവിനോട് ചോദിച്ചു. ഞാൻ ആ ചോദ്യത്തിന് മുൻപിൽ ദൈവത്തിന് സ്തോത്രം ഞാൻ ചുരുങ്ങിപ്പോയി, ഞാൻ കരഞ്ഞുപോയി. കർത്താവെ, തീർച്ചയായിട്ടും അങ്ങയുടെ പ്രൈസലോട് വാക്കുകൾ കേൾക്കുവാൻ ഞാൻ ഒരുക്കമാണ്. ഞാൻ ഒറീസയിൽ ജീവിച്ചോളാം, അങ്ങ് പറയുന്നത് വരെ അങ്ങയുടെ വേല ഞാൻ ചെയ്തുകൊള്ളാം എന്ന് ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് പ്രൈസോ ഞങ്ങൾ പിരിയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ പാത കഷ്ടവും ദുഃഖവും നിറഞ്ഞതാണ്. അവരുടെ 3 പേരുടെ മരണം എവിടെ നിന്ന് ഞാൻ പ്രസംഗിച്ചാലും കരയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2025 മെയ് 30 എന്നെയും കൊണ്ട് എന്റെ കുടുംബത്തെയും കൊണ്ട് യാത്ര ചെയ്ത എന്റെ മകൻ ഹരിപ്പാടിന്റെ പ്രദേശത്ത് വെച്ച്, ഹല്ലേലൂയ, അന്ന് രാത്രിയിൽ സുഹൃത്തുക്കളുമായിട്ട് 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അവരുമായിട്ട് ഇരുന്ന് പ്രൈസലോട് ഹല്ലേലൂയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എന്റെ മകന്റെ അവരുടെ സുഹൃത്തുക്കളുടെ കൂടെ മീൻ പിടിക്കുന്നത് അറിയാൻ വയ്യാത്ത ആ അവസ്ഥ ഒന്ന് കാണാൻ വേണ്ടി അവരുടെ കൂടെ പോയതാണ്. പിന്നീട് അവൻ തിരികെ വന്നിട്ടില്ല. ഹല്ലേലൂയ. 5 മണിക്കൂർ 2
മണിക്കൂർ ഞാൻ ആ വെള്ളത്തിനകത്തിറങ്ങി എന്റെ മകന്റെ ബോഡി തപ്പി. അന്ന് രാത്രി ഞാൻ മുഴുവൻ, ആൾക്കാരെല്ലാം നിൽക്കുകയാണ്. ആ വെള്ളപ്പൊക്കത്തില് എനിക്ക് മുങ്ങാനും അതെ തിരയാനും അറിയാം. പക്ഷേ എന്റെ കയ്യിൽ എന്റെ കർത്താവ് ആ ബോഡി തന്നില്ല. എനിക്കറിയാം, എന്റെ കർത്താവിനോട് പറഞ്ഞു, നിന്റെ കൈ ഞാൻ തരുത്തില്ല, നിന്റെ കൈ തന്നാ അതിന് ജീവനുണ്ടാകും, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ മാക്സിമം തപ്പി, കാലുകൊണ്ട് തപ്പി. അഗാധമായ ആഴമാണ്, 2 ആൾ താഴ്ചയുണ്ട് ആ പാണത്തിലെ വെള്ളത്തിന്. റോഡിലെ വെള്ളം തന്നെ ഈ അറ്റമുണ്ടായിരുന്നു. ജിജിയോട് ഞാൻ കയറിപ്പോകാൻ പറഞ്ഞു. ഞാൻ തന്നെ തപ്പി, പക്ഷെ ലഭിച്ചില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, അതിരാവിലെ സ്കൂബ ഡൈവിങ്ങിന്റെ ആൾക്കാര് ആലപ്പുഴയിൽ നിന്ന് കടന്നു വന്ന് എന്റെ മകന്റെ 6 അടി ഉയരമുള്ള ആ ബോഡി പൊക്കിയെടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഒരു പിതാവ് എന്ന നിലയില്, ഒരു മാതാവ് എന്ന നിലയില് ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ വീട്ടിൽ ദൈവസന്നിധിയിൽ ധൈര്യപ്പെട്ടിരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു ദൈവദൂതൻ വന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കരയരുത്, നിങ്ങൾ കരഞ്ഞാൽ മറ്റുള്ളവർ എന്നെ പരിഹസിക്കും. നിങ്ങൾ കരയരുത്. ആമേൻ. എനിക്ക് വേണ്ടി സാക്ഷ്യമായി നിൽക്കണം. ആമേൻ. മകനെ ഞാൻ കൊണ്ടുപോവുകയാണ്. ആമേൻ. നിങ്ങൾ അവിടെ വന്ന്, അല്ലെങ്കിൽ എന്റെ വരവിൽ ഞാൻ നിങ്ങളെ കാണിക്കും അവനെ. അതുകൊണ്ട് നിങ്ങൾ കരയരുത്, ധൈര്യമായി നിൽക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. ആമേൻ. ഒരു ദൈവദാസൻ കരഞ്ഞ അതെന്റെ ദൈവത്തിന്റെ വേലയ്ക്ക്. കാരണം നമ്മൾ ഈ ബൈബിൾ പ്രസംഗിക്കുന്നവരാണ്. ഇതിനകത്ത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സഹോദരനെ, മക്കളെയും അമ്മയെയും അപ്പനെയും നഷ്ടപ്പെട്ടാൽ, വീടുകൾ നഷ്ടപ്പെട്ടാൽ 100 മടങ്ങ് തരാമെന്ന് പറഞ്ഞ ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, അഭിഷക്തനായ നിങ്ങൾ കരയരുത് എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം ദാസനെ ഉയർപ്പിച്ച ദൈവമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ശദ്രക്കിന്റെ, മേശക്കിന്റെ, അബേദ്നെഗോവിന്റെ ദൈവമാണ്. മരണത്തെ തോൽപ്പിച്ച ദൈവമാണ്. ഈ ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ധൈര്യമായി നിൽക്കുവാൻ ഇടയാക്കുന്നു. ഹല്ലേലൂയ. ഇതൊരല്പസമയത്തേക്കുള്ള വിടപറയലാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടവരെ ദൈവം തിരിച്ചു തരും. ഹല്ലേലൂയ. 100 ഇരട്ടിയായി തിരിച്ചു തരും എന്ന് ഞാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ, ആമേൻ, സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ കേൾക്കുന്ന അഭിഷക്തരായ ദൈവദാസന്മാരോടും ദൈവമക്കളോടും പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ ഈ ദൂത് കൈമാറുകയാണ്. ഇന്ന് ഇങ്ങനെ ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇത് അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. മറ്റൊരു ദിവസം, ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ സാധിക്കുന്നുവെങ്കിൽ വചനവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളായിരിക്കാം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വലിയ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഞങ്ങൾ ഓൾ ഒറീസ യാത്ര ചെയ്യുന്നവരാണ്. ഈ ഒറീസയുടെ എല്ലാ ഗ്രാമങ്ങളിലും 30 ഗ്രാമങ്ങളിൽ ഞങ്ങൾക്ക് സഭയുണ്ട്. 30 ഗ്രാമങ്ങളിൽ ഞങ്ങൾ ഓർഫനേജും അതുപോലെ കുഷ്ഠരോഗ ചികിത്സാ കേന്ദ്രങ്ങളും വിസിറ്റ് ചെയ്യുന്നവരാണ്. വോയിസ് ഓഫ് ഒഡീസ രാജേഷ് പിള്ള എന്ന് പറഞ്ഞ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്തൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, അതും വിസിറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയം തന്ന സോഫി ആന്റിയോടും പ്രിയപ്പെട്ട ഷെർലി സിസ്റ്ററിനോടും അതുപോലെ ഞങ്ങളുടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രിയ ഫിലോ ആന്റിയോടും അതുപോലെ പ്രിയപ്പെട്ട മറിയാമ്മ ആന്റി, നീന സിസ്റ്റർ, രാജു അങ്കിൾ, അതുപോലെ ഇതിനകത്തുള്ള എല്ലാവരോടും വീഡിയോ ഓൺ ആരും ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ പേരുകളുണ്ട്. എല്ലാവരോടും, ഇപ്പോൾ തോമസ്, കർത്താവദാസന്മാർ, എല്ലാവരോടും നിങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ വരുവാനായിട്ട് നിങ്ങൾ ഇടയാക്കണം. നിങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാൽ നിങ്ങൾ ഒരു അഭിഷക്തനായി മാറും. പാസ്റ്റർ ഷാജിയപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ കണ്ട് മിനിസ്ട്രി നടത്തി അഭിഷക്തനായിട്ടാണ് തിരിച്ചു പോയത്. ഹല്ലേലൂയ. ഭയങ്കര മിനിസ്ട്രിയിലേക്ക് അദ്ദേഹത്തെ ദൈവം നടത്തുവാനിടയായി തീർന്നു. നമുക്ക് വലിയ കാര്യങ്ങൾ ഒറീസയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ട്. 1000 സ്റ്റേറ്റ്സുമാരെ കാണാനുണ്ട് ഇവിടെ. ഹല്ലേലൂയ. കത്തിക്കരിഞ്ഞ ബോഡിക്ക് പകരം തേജോമയന്മാരായ ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്ന അഭിഷക്തന്മാർ, ഹല്ലേലൂയ, നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ശരീരവും പ്രാണനും ഹല്ലേലൂയ ദിവസവും ആയുസ്സും കൊടുത്ത് ഞങ്ങൾ ഈ ദേശത്ത് കരഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്, കണ്ണുനീര് കൊണ്ട് ജീവിക്കുകയാണ്.
ആമേൻ. ഈ വചനങ്ങളാൽ, ഈ സാക്ഷ്യങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന്മാർ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലൈനിലുള്ള പോൾ ടി തോമസ് പാസ്റ്റർ ഉണ്ടെങ്കിൽ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആമേൻ സോഫിയാൻഡി പറയുന്ന നല്ലൊരു അഭിഷക്തൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു. ഞങ്ങൾ മൈക്ക് കൈമാറുകയാണ്. പോൾ തോമസ് പാസ്റ്റർ ഉണ്ട്. പോൾ തോമസ് പാസ്റ്റർ, ഒരു സെക്കൻഡ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവവചനം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഏകദേശം 1 വർഷം മുമ്പാണ് മകന്റെ വേർപാട് നടന്നത്. എന്നാൽ ഇത്ര സ്ട്രോങ് ആയിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ വചനം സംസാരിക്കുവാനും സാക്ഷ്യം പറയുവാനൊക്കെ ദൈവം അവരെ ബലപ്പെടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ പേര് ചെയ്യുന്ന ദേവദാസന്മാരെ കുറിച്ച്, ആ കുടുംബങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം കേരളത്തിൽ കിടന്ന് കറങ്ങുക പാസ്റ്റർമാരൊക്കെ, എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പോകാൻ പലർക്കും മടിയാ. ഒത്തിരി കഷ്ടത അനുഭവിക്കുന്ന ഹല്ലേലൂയ ദൈവമക്കളും ദൈവദാസന്മാരും ഉള്ള ഒരു സ്ഥലങ്ങളാണ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഒറീസയിൽ കർത്താവിന്റെ പേരിലുള്ള ബന്ധത്തിലായിരിക്കുന്ന പ്രിയ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ തക്കണം പ്രത്യാശയോടെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ വലിയ പ്രത്യാശയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന് സകല മഹത്വവും ഞാൻ അർപ്പിക്കുക. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതുതായി ജോയിൻ ചെയ്തവരെയും എല്ലാവരെയും ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെ കേൾപ്പിച്ച നല്ല സാക്ഷ്യവും നല്ല ദൈവവചന ശുശ്രൂഷയും ഓർത്ത് ഞാൻ ദൈവത്തെ, പ്രത്യേകിച്ച് മകളുടെ പാട്ട് ഒത്തിരി സന്തോഷമായിരുന്നു. ഹല്ലേലൂയ. പല ലാംഗ്വേജിലുള്ള പാടുവാൻ തക്കണം ഇടയായി. മലയാളം അറിയത്തില്ലെങ്കിലും അതിമനോഹരമായി മലയാളത്തിലുള്ള പാട്ടൊക്കെ പാടി കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഹല്ലേലൂയ. കുടുംബമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആക്കിയിരിക്കുന്നിടത്ത് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ ധൈര്യമായി നിന്ന് കർത്താവിനെ സാക്ഷിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രശോഭിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയും ഹല്ലേലൂയ വചനം ശുശ്രൂഷിക്കാനൊക്കെ ഉള്ള അവസരം നിങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിള്ളാന്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടി പ്രിയ ദൈവദാസനോടും ദാസിയോടും കൂടി ആയിരിക്കാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തിന് വളരെയധികം നന്ദി പറയുകയാണ്. ഞങ്ങള് പ്രയർ ഡ്രൈവുമായിട്ട് കടന്നു പോയപ്പോൾ ഒറീസയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഒക്കെ അവിടെ പോകുവാനും അവിടെ കല്ലറകളും അതുപോലെ കുഷ്ഠരോഗികളൊക്കെ കാണുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾ അടുത്ത ദിവസം പോയി താമസിച്ചത് പ്രിയ ഹല്ലേലൂയ സ്തോത്രം ജിജിസ്റ്ററിന്റെയും രാജേഷ് പാസ്റ്ററിന്റെയും വീട്ടിലാണ്. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ ഒരുപോലെ കണ്ണടയ്ക്കാതെ പരസ്പരം സാക്ഷ്യങ്ങളെ പറഞ്ഞ് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്ത് രാവിലെ പോകാൻ ടൈം ആയപ്പോഴാണ് അറിയുന്നത് അയ്യോ രാത്രി കഴിഞ്ഞല്ലോ എന്ന്. അതുപോലെ വളരെ സന്തോഷമായിരുന്നു. ഒരു രാത്രി അവിടെ സ്റ്റേ ചെയ്തുള്ളൂ എങ്കിലും വർഷങ്ങൾ കണ്ടുമുട്ടിയ ഒരു പ്രതീതിയായിരുന്നു. എല്ലാവരും വളരെ കരച്ചിലോടുകൂടിയാണ് പിരിഞ്ഞത്. ആമേൻ. ഇന്നും ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ദൈവം സഹായിക്കുന്നവർക്ക് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ നമുക്ക് സമയം കിട്ടുമ്പോൾ ആമേൻ സമയവും സാഹചര്യവും ഒത്തെങ്കിൽ എല്ലാവരും നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങൾ പോയി കാണേണ്ടത് വളരെ ആവശ്യമാണ്. ഒഡീസ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഓർക്കുകയാണ് 60 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ കേരളത്തിൽ ഇരുന്നോ അതിനേക്കാൾ കഷ്ടമായിട്ടാണ്. ഒരു നല്ലൊരു ടോയ്ലറ്റ് പോലും കാണുവാൻ നമുക്ക് സാധിക്കത്തില്ല. അത്രമാത്രം കഷ്ടതയിലൂടെയാണ് അവിടെയുള്ള ജനങ്ങൾ കടന്നു പോകുന്നത്. എല്ലാ തരത്തിലും, ആഹാരത്തിന്റെ പേരിലാണെങ്കിലും താമസ സൗകര്യങ്ങളുടെ ആണെങ്കിലും എല്ലാത്തിലും. അപ്പൊ ഞാൻ ഓർത്തു സ്വർഗം കേരളത്തിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ഒരു സ്വർഗീയ അനുഭൂതിയാണ് കേരളത്തിൽ താമസിക്കുന്നവർക്ക്. നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും എന്തെല്ലാം ചെയ്താലും കേരളത്തിലുള്ള അത്രയും സൗകര്യങ്ങൾ മറ്റൊരു സ്റ്റേറ്റിലും കിട്ടത്തില്ല. ഞങ്ങള് ഓൾറെഡി 28 സ്റ്റേറ്റുകൾ ഫിനിഷ് ചെയ്തു. അതിനുശേഷമാണ് ഒഡീസയിലെ എല്ലാ ഗ്രാമങ്ങളും സന്ദർശിച്ചത്. ഇനി അടുത്ത ഞങ്ങൾ പല സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ ദേവദാസിന്റെയും ദാസിയുടെയും
ടെസ്റ്റിമണി ഒരു പ്രാവശ്യം കൂടി കേൾക്കുവാൻ സാധിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടെയുള്ള അനാഥ കുഞ്ഞുങ്ങളെയൊക്കെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരുടെയൊക്കെ ആ സ്നേഹവും പരിചരണവും പ്രിയ ദേവദാസനും ദാസി അവർക്ക് ഉണ്ടായിട്ടല്ല അത്രയും കുഞ്ഞുങ്ങളെ അവര് വളർത്തുന്നത്. അതൊക്കെയാണ് ദൈവാനുഗ്രഹം. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ജെനി. പ്രൈസ് ദി ലോർഡ്. ജീസസ് സിസ്റ്ററോടും രാജേഷ് പാസ്റ്ററോടും ചേർന്ന് ഇന്ന് ഞാൻ ഇവിടെ സ്വല്പം തിരക്കായോണ്ട് എന്റെ വീഡിയോ ഒക്കെ ഓഫ് ആയിക്കൊണ്ടിരുന്നത്. ഓക്കെ, എന്നാൽ അവരിന്നാന്ന് അറിഞ്ഞപ്പം ദൈവദാസിയുമായിട്ട് ചില വർഷങ്ങളായിട്ട് ഓൺലൈൻ ബന്ധവും മോന്റെ വേർപാടിനോടടുത്ത് വെച്ച് എനിക്ക് ഓടിച്ചെല്ലാൻ ആ സമയത്താണല്ലോ ഞങ്ങളുടെ അനിയന്റെയും വേർപാട്. പക്ഷെ ഓടിച്ചെന്ന് രാത്രിയിൽ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ആ മഴയത്ത് ഓടിച്ചെന്ന് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ മാത്രം ദൈവം എനിക്കും ഒരു ഭാഗ്യം നൽകി. നമ്മുടെയൊക്കെ കടത്തിവിടുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസിയുമായിട്ട് എനിക്ക് കോൺസ്റ്റന്റ് കണക്ഷൻ ഉണ്ട്. ഞങ്ങൾ പലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പിൽ അവർ വന്നപ്പം തൊട്ടേ എനിക്കറിയാം, സോഫി ആന്റി ആഡ് ചെയ്തപ്പം തൊട്ടേ. പിന്നെ അവരാന്നറിഞ്ഞ സന്തോഷം. ദൈവം അവരെ ധാരാളമായിട്ട് നമ്മള് ഈ ലോകത്തിൽ എന്ത് നഷ്ടപ്പെട്ടോ അതിന്റെ 10 മടങ്ങ് അവിടെ നമ്മൾ നിത്യതയിൽ പ്രാപിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ കുടുംബത്തെ ദൈവം ഒരുക്കുന്നുള്ള ദൈവദാസനെയും ദൈവദാസിയെയും കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും അവരെല്ലാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സോഫി ആന്റി, നമ്മുടെ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലെ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ്. ഹല്ലേലൂയ. ആമേൻ. പോൾ പാസ്റ്ററെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും? ആമേൻ. അമ്മാമ ഒരു മിനിറ്റ്. ആ. വളരെ സന്തോഷം. എത്രയും ശക്തമായ ദൈവവചനവും സാക്ഷിയും ഒക്കെ കേൾക്കുവാൻ ദേവദാസിനെയും കുടുംബത്തെയും കർത്താവ് സഹായിച്ചു. നമുക്കും അത് ഭയങ്കര ഒരു പ്രചോദനമായി. കാരണം എനിക്ക് പ്രത്യേകിച്ച് വടക്കേന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്ന ദേവദാസന്മാർ ഒരുപാട് ബഹുമാനവും സ്നേഹവുമാണ്. കാരണം എനിക്കറിയാം അവിടുത്തെ അനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. നാട്ടിലുള്ള ദൈവദാസന്മാർക്കൊക്കെ അവർക്ക് പ്രാർത്ഥനയോ കാര്യങ്ങളോ അവർക്ക് സമ്പന്നതയുടെ അതിലങ്ങനെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ വളരെയധികം അധ്വാനിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയ ദേവദാസിനെയും കുടുംബത്തെയും കർത്താവ് വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ചീഫ് അഡ്മിൻ പ്രിയ അമ്മാമ്മയുടെയും സോഫിമാമ്മയുടെയും അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന് 34th അല്ലേ? അപ്പോൾ ദൈവം സഹായിക്കട്ടെ. അവർക്ക് വേണ്ടിയും കൂടെ ഈ കൂട്ടത്തിൽ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാണ് ഞാനത് ഒന്നുകൂടെ വന്നത്. ദൈവം സഹായിക്കട്ടെ. അവർക്ക് എല്ലാവിധമായ ആശംസകളും ആയുസ്സും ആരോഗ്യവും കർത്താവ് അവർക്ക് നൽകി ദൈവം അവരെ മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നിങ്ങളോട് കൂടെയുള്ള എല്ലാ സഹകരണവും ഞങ്ങളിൽ നിന്ന് നമ്മൾ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് സ്വന്തമാണ്. നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാ ദിവസവും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള ആശംസകളും പ്രാർത്ഥനയും ഈ സമയം ഞാൻ അറിയിക്കുന്നു. അവരെ ഓർത്ത് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെയും സ്നേഹത്തിന് ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു മിനിസ്ട്രി നമുക്ക് ദൈവം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇതിനകത്ത് കാണുന്ന ഓൾമോസ്റ്റ് ആൾക്കാർ 90% പേരും വേർപാടിന്റെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരാണ്. ഒത്തിരി, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒത്തിരി മിനിസ്ട്രീസ് ഉണ്ട്, ഒത്തിരി കൂട്ടായ്മകളുണ്ട്, ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റത്ത ഒരു ഫാമിലിയാണ്. ഇതിനകത്ത് ഒത്തിരി പ്രത്യേകതകൾ. കാരണം ഇതിനകത്തുള്ളത് ഓൾമോസ്റ്റ് ആൾക്കാരും വേർപാടിന്റെ ദുഃഖത്തിലൂടെ, അതീവമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവർ, എന്നാൽ കർത്താവിൽ സന്തോഷിക്കുന്നവരാണ്. ഇതിനകത്തിൽ വളരെ പ്രാർത്ഥന വീരരായിട്ടുള്ളവരുണ്ട്. ഒത്തിരി ശക്തമായി പ്രാർത്ഥിക്കുന്ന കുറച്ച് സഹോദരങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതാണ് നമ്മുടെ മിനിസ്ട്രിയുടെ നിലനിൽപ്പ്. ഞാൻ പറയായിരുന്നു, ഈ തുടക്കത്തില് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിച്ച്, എന്നാൽ ഇതുവരെ കൊണ്ട് എത്തിച്ച തമ്പുരാന് നന്ദി പറയുക. ഹല്ലേലൂയ. ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടാൻ, ഹല്ലേലൂയ, നമ്മുടെ മീറ്റിങ്ങൾ ഒന്നും മടങ്ങി പോകാതെ ഇതുവരെയും തമ്പുരാൻ കൊണ്ട് എത്തിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം. അടുത്ത മാസം ഞാൻ 10-ാം തീയതി നാട്ടിലെത്തുകയാണ്. നാട്ടിൽ കടന്നു വന്ന ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചാണ് കടന്നു പോകുന്നത്.
കടന്നു വരുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നേരിട്ട് കണ്ട് സന്തോഷിക്കാൻ ഒക്കെയുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കട്ടെ. സെപ്റ്റംബർ മാസം 11, 12 നമ്മൾ ബോട്ടിങ് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ കൺവെൻഷന് കാര്യങ്ങളാണ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബോട്ടിംഗ് എന്ന് പറയുന്നത് വെറുതെ ഒരു ബോട്ടിംഗ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് കൈകാര്യം ചെയ്യുന്നതോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിലയിടങ്ങളിൽ നിർത്തി പരസ്യങ്ങൾ നടത്തത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരുമിച്ച് സന്തോഷം, കാരണം 2 ദിവസമാണ്, ഡേ ആൻഡ് നൈറ്റ് ആണ് നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം കടന്നു വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ കടന്നു വരാം, നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. ഹല്ലേലൂയ. ഇതൊരു സുവിശേഷ യാത്ര കൂടെ നമ്മൾ ചിന്തിക്കുന്നത്. ഒരുമിച്ച് സന്തോഷിക്കുക, അതിലുപരിയായിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുവാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞങ്ങൾ അട്ടപ്പാടിയിലാണ് കടന്നുപോയത്. എന്നാൽ ഈ പ്രാവശ്യം ആലപ്പുഴ റൂട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലും കർത്താവിന് പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നൊന്നും അല്ല. കർത്താവ് പെട്ടെന്ന് ഉള്ളത്തിൽ തരുന്ന കാര്യവുമല്ല, വളരെ പ്രാർത്ഥനയോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കടന്നു വരാൻ കഴിയുന്നവർക്കൊക്കെ കടന്നു വരാം, പക്ഷെ മുൻകൂട്ടി അറിയിക്കണം. എന്നാൽ മാത്രമേ, കാരണം ഒരു 35 പേരെയാണ് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അല്ലെ, എല്ലാ സൗകര്യങ്ങളുമുള്ള ബോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വരാൻ താല്പര്യമുള്ളവർ നേരത്തെ കാര്യങ്ങൾ അറിയിക്കണം. അത് ഈ സമയത്താകുമ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇത് ഓർപ്പിച്ചത്. ഹല്ലേലൂയ. ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾ പറ്റുന്നത് പോലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് കഴിയുന്നത് പോലൊക്കെ നമുക്ക് ചെയ്യാൻ ദൈവം ഹല്ലേലൂയ അവസരങ്ങളെ ഒരുക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇതിനകത്തുള്ളവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഏത് കാര്യം പറഞ്ഞാലും ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ ഹല്ലേലൂയ താല്പര്യമുള്ളവരും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. പോൾ പാസ്റ്ററേ, പ്രാർത്ഥിച്ച് പാസ്റ്റർ ആശീർവാദം പറഞ്ഞോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സന്ധ്യാസമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ സോണുകളിൽ ഇരുന്നു കൊണ്ട് അങ്ങയുടെ അതേ സന്നിധിയിൽ ഞങ്ങൾക്ക് സന്തോഷിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ സുലഭ സന്ദർഭത്തിനായി സ്തോത്രം. എത്രയോ ഭവനങ്ങൾ ഒരു പാട്ടില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ഒരു പ്രത്യാശയില്ലാതെ ദൈവികമായ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഹോപ്പ്ഫുൾ മിനിസ്ട്രി എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിലെ അംഗങ്ങളായി ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനും കർത്താവെ അങ്ങയുടെ സന്നിധിയില് സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലഭാഗത്തെ പ്രമോദങ്ങളും അനുഭവിപ്പാൻ കർത്താവ് അവസരം വേർതിരിച്ചതിനായി സ്തോത്രം. വിശേഷാൽ ഇന്ന് രാത്രിയിൽ ഒഡീഷയിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തത് ഓർത്ത സ്തോത്രം. ഇതൊക്കെയും ദൈവത്തിന്റെ മുൻനിർണയമാണ്, ദൈവത്തിന്റെ കാര്യപരിപാടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവേ സ്തോത്രം. ഒരു സദ്യയിൽ പലവിധ വിഭവങ്ങൾ വിളമ്പുന്നത് പോലെ തുടങ്ങിയ സമയം മുതൽ അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷയിലാകട്ടെ, കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യത്തിലാകട്ടെ, കർത്താവെ അവിടുത്തെ വിലയേറിയ ദാസൻ പാസ്റ്റർ രാജേഷ് പിള്ള അവരുടെ സാക്ഷ്യവും വചന ശുശ്രൂഷയിലുമാകട്ടെ, ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മക്കള് പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വളരെ പ്രതിസന്ധികളിലൂടെ, വലിയ കഷ്ടതകളിലൂടെ, വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് കുരിശെടുത്തുകൊണ്ട് അങ്ങയെ അനുഗമിക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവിടെ പ്രവർത്തനങ്ങളെയൊക്കെ അവിടുന്ന് മാനിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അവിടെയുള്ള ഓർഫനേജിനെ, ചർച്ചസിനെ, വിവിധങ്ങളായ കർത്താവെ പ്രവർത്തനങ്ങളൊക്കെ അവിടുന്ന് മാനിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പൂർവാധികം ശക്തിയോടെ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ അവിടെ പ്രവർത്തനങ്ങൾ ബലപ്പെടട്ടെ, പച്ചവെക്കട്ടെ, പുഷ്ടി വെക്കട്ടെ. എല്ലാവിധമായ റിസോഴ്സുകൾ ദൈവം ഒരുക്കി കൊടുക്കേണ്ടതിനായി
ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവ് ലീഡ് ചെയ്തവരെ, മറ്റ് പ്രാർത്ഥിച്ച് സഹായിച്ചവരെ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ചീഫ് അഡ്മിനായ സോഫിയാൻറ്റിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോറിച്ചാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് 34th അത് വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ കർത്താവെ, എത്രയോ കുടുംബ ജീവിതങ്ങൾ തകർന്നു പോകുമ്പോൾ ഇന്നയോളം വിശ്വാസത്തിൽ ആമേൻ കർത്താവ് നെഞ്ചും നെറ്റിയും കൊടുത്ത് അവർക്ക് പിടിച്ചു നിൽപ്പാൻ ദൈവം സഹായിച്ചത് ഓർത്ത് സ്തോത്രം. വരുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് കർത്താവെ, കഷ്ടാനുഭവങ്ങളാൽ നാം തികഞ്ഞവനായി ഇവനെ ധ്യാനിച്ചുകൊണ്ട് ആമേൻ കരയുന്നവരോടുകൂടെ കരയുവാൻ കർത്താവ് തന്നെ മക്കളെ കണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആമേൻ വീണ്ടും കർത്താവ് വരുവാൻ താമസിച്ചാൽ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുകയും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണം. സാൻചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സിസ്റ്ററിനായി സ്തോത്രം. ഞങ്ങളുടെ മാതാക്കളെ, ഞങ്ങളുടെ പിതാക്കന്മാരെ, ഞങ്ങളുടെ ദൈവദാസന്മാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ രോഗികളായവരെ, ഭവനമില്ലാത്തവരെ, ആമേൻ കർത്താവ് പലവിധമായ കഷ്ടങ്ങളാൽ ഭാരപ്പെടുന്നവരെ, ഇന്ന് രാത്രി മീറ്റിംഗിൽ കയറി വന്നവരെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സംബന്ധിക്കാൻ കഴിയാത്തവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. രാത്രി മീറ്റിംഗ് ഞങ്ങൾ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് അവര് കർത്താവ് ലെഫ്റ്റ് ആകുമ്പോൾ ഒരു പുതിയ ബലത്തോടെ, ഒരു പുതിയ സന്തോഷത്തോടെ, ഒരു പുതിയ നിറവോടെ ഒഴിഞ്ഞവളായി വന്നു നിറഞ്ഞവരായി പോയി എന്ന് പറയത്തക്ക നിലകളിൽ ആമേൻ ആത്മാവിന്റെ ശക്തിയോടെ യോർദാൻ വിട്ട് മടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾക്കായി സ്തോത്രം. സെപ്റ്റംബർ മാസം 11 മുതൽ കർത്താവ് തീരദേശം കേന്ദ്രീകരിച്ച് നടത്തുന്ന ആലപ്പുഴ ജില്ലയിലെ സുവിശേഷ യാത്രയ്ക്കായി സ്തോത്രം. എല്ലാം ദൈവം അനുകൂലമാണ്. മഹത്വം എല്ലാ പ്രാർത്ഥനകൾക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും നമ്മോട് ഓർത്തഡോക്സ് വിഷയങ്ങളോടും ഓപ്പൺ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളോടും വചനസൂക്ഷ്യ ദൈവദാസനോടും ദൈവദാസനോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടും കർത്താവിന്റെ രണ്ടാം മടങ്ങിവരെ കാലാവസ്ഥാനം അതുണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയും യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവ സ്തോത്രം ചെയ്യാം. അവനെ കർത്താവേ